In Nehru Academy of Law. Today we are having the fourth session on the environmental law, and today we are continuing with the topic constitutional and legal framework for protecting environment in India. Now I welcome Anir sir to take over the session. Sir? Yes, thank you. Thank you. Slide കാണുന്നുണ്ടോ? Yes, sir. Okay, thank you. 1 second. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ ഫ്രെയിംവർക്സ് ഓഫ് എൻവയോൺമെന്റൽ ലോ എന്ന് പറയുന്ന ഏരിയ 3 ക്ലാസ്സിലായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു ക്ലാസ് കഴിഞ്ഞു. ഇനി ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. ഒരു ക്ലാസ് കൂടി വന്നാലേ ഈ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 hour സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തുടങ്ങിയ ആ ഭാഗം പറഞ്ഞു. പിന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതി ചില ഡോക്ട്രിൻസ്, പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ അടക്കമുള്ള 5-6 ഡോക്ട്രിനും പറഞ്ഞു. എവിടെയാണ് നിർത്തിയിട്ടുള്ളത്? ഇന്ന് പറയാൻ പോകുന്ന ഏരിയ ഈ കോമൺ ലോ റെമഡീസ് ഒന്ന്, പിന്നെ എൻവയോൺമെന്റൽ ലോയും IPC, CRPC, CPC തുടങ്ങിയ മറ്റു വിഷയങ്ങളുമായിട്ടുള്ള കണക്ഷൻ, ആ സ്റ്റാറ്റ്യൂട്ടുകളിൽ എൻവയോൺമെന്റൽ ലോയെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനിടയിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ ചാറ്റ് പോസ്റ്റ് വന്നോളൂ, കൂട്ടിച്ചേർത്തോളൂ. സന്തോഷം കേട്ടോ. ഞാനിങ്ങനെ സ്ലൈഡ് പ്രസന്റേഷനായി മുന്നോട്ട് പോവുകയാണ്. രണ്ടുപേരെ ഞാൻ കാണുന്നുണ്ട്. ഒന്ന് പ്രദീപിനെ കാണുന്നുണ്ട്. പ്രദീപ് അദ്ദേഹം ഷൊർണൂർ അല്ലമീൻ കോളേജ് അധ്യാപകനാണ്. നെറ്റ് ഒക്കെ ക്ലിയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എക്സാം പ്രിലിംസ് കഴിഞ്ഞ് മെയിൻ എക്സാം എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഹെഗിൻ ഹാനെ കാണുന്നുണ്ട്. ഹെഗിൻ ഹാൻ കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഹെഗിൻ ഹാൻ ഇതേ ക്ലാസ് കേട്ടതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം കോഴിക്കോട് ലോ കോളേജിലെ ഈ ക്ലാസ് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, കോമൺ ലോ റെമഡീസ് എന്ന് പറഞ്ഞാൽ ഈ ടോർട്ടുമായി ബന്ധപ്പെട്ട് പണ്ട് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന റെമഡീസ് ആണ് കോമൺ ലോ റെമഡീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മുമ്പ് ഉള്ളത്, സ്റ്റാറ്റ്യൂട്ട് വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് മുമ്പുണ്ടായിരുന്ന റെമഡി എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് ഇതാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള കോമൺ ലോ റെമഡീസ്. നോയിസൻസ്, നെഗ്ലിജൻസ്, ട്രസ്പാസ്, സ്ട്രിക്റ്റ് ലയബിലിറ്റി, ഇതൊക്കെയാണ് മുമ്പ് ഈ സ്റ്റാറ്റ്യൂട്ടുകളും ആക്ടുകളും വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന റെമഡീസ്. ഇത്രയുമൊക്കെയാണ്. ഓരോന്ന് പറയാം. നോയിസൻസ് എന്ന് പറയുന്നത് ശല്യം. എനിത്തിങ് which annoys, hurts or that which is offensive. അത് ശബ്ദമാവാം, സ്മെല്ലാവാം, ഗന്ധമാവാം, ഫ്യൂംസ്, പുകയാവാം, പൊടിയാവാം, കാറ്റാവാം, എയർ ആവാം, വാട്ടർ ആവാം. പുറത്ത് ഈ ഫാക്ടറികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്നൊക്കെ പുറത്തേക്ക് വിടുന്ന ഈ സ്മെല്ലോ അല്ലെങ്കിൽ പൊടിയോ പുകയോ കാറ്റോ അല്ലെങ്കിൽ മലിനജലമോ ദുർഗന്ധം വമിക്കുന്ന ഒക്കെ നോയിസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എൻവയോൺമെന്റൽ ലോയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം നോയിസൻസ് എന്ന് പറഞ്ഞിട്ട് അന്നേ കോമൺ ലോ റെമഡി ആയിട്ട് ഉണ്ട്. അപ്പൊ എനിത്തിങ് വിച്ച് അനോയ്സ്, നോക്കൂ, ഒറ്റ ഡെഫിനിഷൻ ഉള്ളു. എനിത്തിങ് വിച്ച് അനോയ്സ്, ഹർട്സ് ഓർ ദാറ്റ് ഈസ് ഒഫൻസീവ്. വേറൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, വേറൊരാൾക്ക് ശല്യം ഉണ്ടാക്കുന്ന എല്ലാം നോയിസൻസ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണ്. അപ്പോ എന്താണ് നോയിസൻസ്? ദ അൺലോഫുൾ ഇന്റർഫറൻസ് വിത്ത് ദ പേഴ്സൺസ് റൈറ്റ് ഓവർ ലാൻഡ്. ഞാൻ ഒരു 10 സെന്റ് ഭൂമിയിൽ വീട് വെച്ചിട്ടുണ്ട്. ആ വീട്ടിൽ എനിക്ക് താമസിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവിടെ വേറൊരാള് അൺലോഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർഫറൻസ് നടത്തുന്നതിനെയാണ് നോയിസൻസ് പറയുക. എന്റെ ഭൂമിയിൽ എനിക്ക് താമസിക്കാനുള്ള, എനിക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. തൊട്ടടുത്ത് ഒരാള് ഒരു എന്താ പറയാ ഒരു ഫ്ലോർ മില്ല് കൊണ്ടുവന്നു. അപ്പൊ ആ ഫ്ലോർ മില്ലിൽ നിന്നുള്ള നിരന്തരമായ ശബ്ദമാണ്, എപ്പോഴുള്ള വലിയ ദൂരത്തിൽ ശബ്ദമാണ്, ശല്യമായിരിക്കും. അപ്പൊ എനിക്ക് എന്റെ ആ സ്ഥലത്ത് 5 സെന്റ് 10 സെന്റ് ഉള്ള സ്ഥലത്ത് എനിക്ക് താമസിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതിനുള്ള ഇന്റർഫറൻസ്, അത് ശബ്ദത്തിലൂടെ ആവാം, അത് പൊടിയിലൂടെ ആവാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയും ആവാം. ഒക്കെ അതിനെയാണ് നമ്മൾ നോയിസൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
നോയ്സൻസിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് രണ്ട് തരത്തിലുണ്ട്, പ്രൈവറ്റ് നോയ്സൻസ്, പബ്ലിക് നോയ്സൻസ്. നോയ്സൻസിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഏരിയ ആണ് പ്രൈവറ്റ് നോയ്സൻസും പബ്ലിക് നോയ്സൻസും. പ്രൈവറ്റ് നോയ്സൻസ് എന്ന് പറഞ്ഞാൽ അൺറീസണബിൾ ഇന്റർഫറൻസ് വിത്ത് എ പേഴ്സൺസ് റൈറ്റ് ഓവർ ലാൻഡ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡ്യൂ ടു എമിഷൻ ഓഫ് ഡസ്റ്റ്, സ്മെല്ല്, ഫ്യൂം, നോയ്സ്, എയർ, വാട്ടർ ആൻഡ് എഫ്ലുവൻസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ താമസിക്കുന്ന വീടിന്റെ അപ്പുറത്ത് ഒരു ഫ്ലോർ മില്ലുണ്ട്, അവിടെ ശബ്ദം. അത് പ്രൈവറ്റ് നോയ്സൻസ്. എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല, അത് എനിക്കാണ് അനുഭവിക്കുന്നത്. ഞാൻ താമസിക്കുന്ന വീടിന്റെ കുറച്ചപ്പുറത്ത് ഒരു പാറ പൊട്ടിക്കുന്നുണ്ട്, അപ്പൊ എല്ലാവർക്കും ശല്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏറ്റവും ശല്യം അവിടുന്ന് കല്ലുകളൊക്കെ വരുന്നത് എനിക്കായിരിക്കും ചിലപ്പോൾ, അപ്പൊ എന്റെ വീടിന്റെ മുകളിലേക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അൺലോഫുൾ ഇന്റർഫറൻസിനെ പ്രൈവറ്റ് നോയ്സൻസ് എന്ന് പറയുന്നു. പബ്ലിക് നോയ്സൻസ് എന്ന് പറഞ്ഞാൽ ഇതേ കാര്യം ഒരു ജനറൽ പബ്ലിക്കിന് അറ്റ് ലാർജ് ഉണ്ടാവുകയാണെങ്കിൽ പബ്ലിക് നോയ്സൻസ്. ഇതേ വിഷയങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ അത് ഒരു വ്യക്തിക്കോ അല്ല ഒന്നോ രണ്ടോ വ്യക്തികൾക്കോ അല്ല, ഒരു മൊത്തത്തിൽ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഉണ്ടാവുന്ന സംഭവമാണെങ്കിൽ അതിനെ പബ്ലിക് നോയ്സൻസ് എന്നും പറയാം. റെമഡീസിന്റെ കാര്യത്തിലാണ് ഈ പബ്ലിക് നോയ്സൻസും പ്രൈവറ്റ് നോയ്സൻസും വ്യത്യാസം. പ്രൈവറ്റ് നോയ്സൻസ് ആണെങ്കിൽ റെമഡി ടോർട്ട് റെമഡി മാത്രമേ ഉള്ളൂ. പബ്ലിക് നോയ്സൻസ് ആണെങ്കിൽ റെമഡി മേ ബി ത്രൂ ടോർട്ട് ഓർ ത്രൂ ക്രൈം. അത് സിവിലും ക്രിമിനലും ആവാം പബ്ലിക് നോയ്സൻസ്. പ്രൈവറ്റ് നോയ്സൻസ് ആകുമ്പോൾ ടോർട്ട് മാത്രമേ ആവുകയുള്ളൂ. പിന്നെ ഇത് പറയുമ്പോഴും നമ്മൾ എനിത്തിങ് വിച്ച് അനോയ്സ് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഒറ്റ കോമൺ ഒരു പാരാമീറ്റർ വെക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഉദാഹരണമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്, വ്യാവസായിക മേഖലയാണ്. അവിടെ വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ധാരാളം ഫാക്ടറികളൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെ ഒരു ശബ്ദം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നോയ്സൻസ് പറയാൻ പറ്റില്ല, കാരണം വ്യാവസായിക മേഖലയാണ്, അത് ശബ്ദം ഉണ്ടാവും നോർമൽ കേസിൽ. പക്ഷെ ഇതേ ശബ്ദം തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണെങ്കിൽ അത് നോയ്സൻസ് ആവും. അപ്പോ അളവല്ല പ്രശ്നം, അത് ഓരോ സന്ദർഭവും അനുസരിച്ചിട്ടാണ് അതിന്റെ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് വെക്കുന്നത്. അപ്പൊ ഒരു ഒറ്റ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് ഇതിനു മുകളിൽ ഇത് നോയ്സൻസ് എന്ന് പറയുന്നതിന് അപ്പുറത്ത് സന്ദർഭവും സാഹചര്യവും നോക്കിയിട്ട് സ്റ്റാൻഡേർഡ്സ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു കേസാണ് രാംരാജ് സിംഗ് വേഴ്സസ് ബാബുലാൽ. ഒരു ബ്രിക്ക് ഗ്രൈൻഡിങ് മെഷീൻ ഒരാൾ സ്ഥാപിച്ചു. എ പേഴ്സൺ ബിൽറ്റ്, ഒരു സെക്കൻഡ് അത് സ്ലൈഡ്സ് വലുതാക്കിയിട്ടില്ലല്ലേ, എ പേഴ്സൺ ബിൽറ്റ് എ ബ്രിക്ക് ഗ്രൈൻഡിങ് മെഷീൻ. ഒരു ഇഷ്ടിക പൊടിക്കുന്ന ഒരു മെഷീൻ സ്ഥാപിച്ചു. ആ മെഷീൻ സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഒരു ഡോക്ടറുടെ കൺസൾട്ടിങ് ചേംബറിന്റെ മുമ്പിലാണ്, അടുത്തടുത്താണ്. അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടിങ് ചേംബറിന്റെ അടുത്താണ് ഒരു ഇഷ്ടിക പൊടിക്കുന്ന മെഷീൻ വെക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദ മെഷീൻ ജനറേറ്റഡ് എ ലോട്ട് ഓഫ് ഡസ്റ്റ് ആൻഡ് നോയ്സ്. തീർച്ചയായിട്ടും ഒരുപാട് പൊടിയും ശബ്ദവും ഒക്കെ ആ മെഷീൻ ഉണ്ടാവുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കൺസൾട്ടിങ് ചേംബറിലെ അറ്റ്മോസ്ഫിയറിനെ അത് പൊല്യൂട്ട് ചെയ്യുന്നു. അത് ഡോക്ടർക്ക് പ്രയാസമുണ്ടാക്കുന്നു, ഡോക്ടറെ കാണാൻ വരുന്ന രോഗികൾക്ക് പ്രയാസമുണ്ടാക്കുന്നു. അപ്പോൾ അലഹബാദ് ഹൈക്കോർട്ട് പറഞ്ഞു ഇറ്റ് അമൗണ്ട്സ് ടു പ്രൈവറ്റ് നോയ്സൻസ്. കാരണം ഡോക്ടർ എന്ന് പറയുന്നത്, ആ ഡോക്ടറുടെ തേക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്, അത് അവിടെ ശാന്തമായ അന്തരീക്ഷത്തിൽ പരിശോധനയും ചികിത്സകളും ഒക്കെ നടക്കേണ്ട അന്തരീക്ഷമാണ്. അവിടെ നിരന്തരം ഇങ്ങനെ ബ്രിക്ക് ഗ്രൈൻഡിങ് മെഷീൻ ശബ്ദം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് പ്രയാസം ഉണ്ടാക്കും. അപ്പൊ അത് പ്രൈവറ്റ് നോയ്സൻസ് ആണ് എന്ന് കോടതി പറഞ്ഞു. രാംരാജ് സിംഗ് വേഴ്സസ് ബാബുലാൽ കേസിനകത്ത്. വിജയാനന്ദ പത്ര ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കട്ടക്ക്. ഒരു മത ആചാരമാണ് യൂസിങ് ലൗഡ് സ്പീക്കേഴ്സ് വിത്ത് ഹൈ പിച്ച്. അപ്പൊ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്ന കാര്യമാണ്. മതപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഖുർആനിൽ പറയുന്ന മനോഹരമായ വാചകമുണ്ട്, പതുക്കെ പ്രാർത്ഥിക്കൂ നിന്റെ ദൈവം ബധിരനല്ല. പതുക്കെ പ്രാർത്ഥിക്കൂ നിന്റെ ദൈവം ബധിരനല്ല. ചെവി കേൾക്കാത്ത ആളല്ല ദൈവം. പക്ഷെ എല്ലാ പ്രാർത്ഥനകളും ഉച്ചത്തിൽ ബഹളത്തിലാണ്. വളരെ സ്വകാര്യമായി ചെയ്യേണ്ട ദൈവികമായ ആരാധനകളൊക്കെ വളരെ പരസ്യമായിട്ട് ഏറ്റവും ശബ്ദം കൊട്ടി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റൈൽ. അപ്പോൾ അവിടെ റിലീജിയസ് പ്രാക്ടീസ് ആണ് യൂസിങ് ലൗഡ് സ്പീക്കർ വിത്ത് ഹൈ പിച്ച്. അപ്പോൾ വളരെ ശബ്ദത്തോടു കൂടി ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വാദം, ഞങ്ങൾക്ക് ആർട്ടിക്കിൾ 25 ഉണ്ട്, ഫ്രീഡം ഓഫ് റിലിജിയൻ ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള വാദം അതായിരിക്കും. അപ്പോ കോടതി പറഞ്ഞു ഒരു ഫണ്ടമെന്റൽ റൈറ്റ് മാത്രം ഐസൊലേഷനിൽ എക്സിസ്റ്റ് ചെയ്യില്ല. A particular fundamental right cannot exist. Freedom of religion മാത്രം ഐസൊലേറ്റ് നിൽക്കില്ല. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റുകളും ഒരുപോലെ തന്നെ നിൽക്കുകയാണ്. ആ ഫ്രീഡം ഓഫ് റിലിജിയൻ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക്, അവിടെ റൈറ്റ് ടു റിലിജിയൻ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് റൈറ്റ് ടു ലൈഫ് ഉണ്ട്.
ഇല്ലേ? റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെന്റ് ഉണ്ട്, റൈറ്റ് ടു പിന്നെ പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് ഉണ്ട്. അപ്പൊ നിരന്തരമായി ശബ്ദങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആർട്ടിക്കിൾ 21 ഉണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 25 ഒറ്റക്ക് നിൽക്കില്ല, അത് മറ്റു ഫണ്ടമെന്റൽ റൈറ്റുകൾ കൂടി ചേർന്ന് മാത്രമേ നിൽക്കുകയുള്ളൂ എന്നാണ് കോടതി പറഞ്ഞത്. അപ്പൊ അവിടെ വലിയ ശബ്ദത്തില് ഈ മതപരമായ ചടങ്ങുകൾ നടത്തുന്നത് മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ നോക്കിയിട്ട് വേണം എന്നാണ് കോടതി ആ കേസ് പറഞ്ഞത്. ഓക്കെ, ലക്ഷ്മിപതി സ്റ്റേറ്റ് ഓഫ് കർണാടക ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, കൊമേഴ്സ്യൽ ഏരിയ ഉണ്ട്, റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ, കൊമേഴ്സ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ വ്യവസായം നടത്താൻ, ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് വ്യാവസായിക സ്ഥാപനങ്ങൾ നടത്താൻ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി നടത്താൻ ഇൻഡസ്ട്രിയൽ ഏരിയ. അപ്പൊ അവിടെ റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി കൊണ്ട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ അവിടെ ഫാക്ടറി കൊണ്ടുവരുന്നു, വർക്ക്ഷോപ്പ് കൊണ്ടുവരുന്നു, മറ്റു ബിൽഡിങ്ങുകൾ കൊണ്ടുവരുന്നു. എന്നിട്ടോ അവര് ഗ്രീസും അതുപോലെ മറ്റു പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കളും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ഈ പബ്ലിക് ലാൻഡ് ധാരാളമായി എൻക്രോച്ച് ചെയ്യുന്നു. പല സ്ഥലത്തും ഈ പബ്ലിക് ലാൻഡിലേക്ക് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്. ഹൈക്കോർട്ട് ഓർഡർ ടു സ്റ്റോപ്പ് ഓൾ ദിസ് പ്രോസസ് വിത്തിൻ 60 days. 60 ദിവസം കൊണ്ട് അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി വി ലക്ഷ്മിപതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. ഇത്രയുമാണ് നോയിസൻസിനെ കുറിച്ച് പറയുന്നത്. നമ്മള് കോമൺ ലോ റെമഡീസ് എന്ന് പറഞ്ഞാൽ നോയിസൻസ്, നെഗ്ലിജൻസ്, ട്രസ്പാസ്, സ്ട്രിക്റ്റ് ലയബിലിറ്റി. അപ്പൊ നോയിസൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒരു വ്യവസായം പാടില്ല, ഒരു സ്ഥാപനം പാടില്ല എന്ന് തന്നെയാണ്. അപ്പൊ എൻവയോൺമെന്റൽ സ്റ്റാറ്റ്യൂട്ടുകളൊക്കെ വരുന്നതിന് മുമ്പേ എക്സിസ്റ്റിംഗ് ആയ ടോർട്ടിൽ നമുക്ക് നോയിസൻസ് ഉണ്ട്. അത് എൻവയോൺമെന്റൽ ആസ്പെക്റ്റിൽ ഉപയോഗിച്ച 3-4 കേസുകളാണ് ഇവിടെ നോയിസൻസിന്റെ ഭാഗം പറയാനുള്ളത്. അടുത്ത ഏരിയ നെഗ്ലിജൻസ് ആണ്. നെഗ്ലിജൻസിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 പോയിന്റ് ആണ്. ഒന്ന്, ഡ്യൂട്ടി ടു ടേക്ക് കെയർ. അവിടെ പ്രത്യേകമായ ഒരു കെയർ ഞാൻ എടുക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ കയ്യിലുണ്ട്. I had to take duty. I had to have a duty to take care. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉത്തരവാദിത്വം എടുക്കണം, കെയർ എടുക്കണം. ഒന്ന്, കെയർ എടുക്കേണ്ടതുണ്ട്. 2, ഫെയിൽ ടു ടേക്ക് കെയർ. അവിടെ ആ ഉത്തരവാദിത്വം ഞാൻ എടുക്കുന്നതിൽ പരാജയപ്പെട്ടു. മൂന്നാമത്തെ പോയിന്റ്, പരാജയപ്പെട്ടത് കൊണ്ട് വേറൊരാൾക്ക് പ്രയാസമുണ്ടായി. അപ്പോൾ നെഗ്ലിജൻസ് ആവുക. അപ്പൊ ഞാൻ സാധാരണ ഒരു ബാഗ് കൊണ്ടുവരുന്നു, കോഴിക്കോട് നിന്ന് പിന്നെ മഞ്ചേരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ട്. ആ ബാഗ് വെക്കാം. ബാഗ് ബസ്സിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ മടിയിലോ വെക്കാം, കുഴപ്പമില്ല. ആ ബാഗിൽ ഉള്ളത് അല്ലെങ്കിൽ ആ ബാഗിന്റെ കൂടെ ഞാൻ കുറച്ച് മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ സാധാരണ ബാഗ് കൊണ്ടുവരുന്ന പോലെ കെയർ പോരാ. ബാഗ് എനിക്ക് ബസ്സിന്റെ മുകളിൽ വെച്ചിട്ട് അതിന്റെ സീറ്റിന്റെ മുകളിൽ വെച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങാം. പക്ഷെ എൻ്റെ കയ്യിൽ മണ്ണെണ്ണയോ ഡീസലോ പെട്രോളോ ആണെങ്കിൽ ആ കെയർ പോരാ. അപ്പൊ ഞാൻ എന്താണോ ഉള്ളത്, എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത്, അതിനനുസരിച്ച് എൻ്റെ ഡ്യൂട്ടി ടേക്ക് കെയർ എനിക്ക് കെയർ കൂടണം. അപ്പോ 1. 2, അതിൽ ഞാൻ പരാജയപ്പെട്ടു, കെയർ എടുത്തില്ല. 3, അതുകൊണ്ട് വേറൊരാൾക്ക് പ്രയാസം ഉണ്ടായി. ഇതാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ എൻവയോൺമെന്റൽ കേസിൽ എങ്ങനെയാണ് നെഗ്ലിജൻസ് ആവുക? പിന്നെ നോർമലി യൂസ്ഡ് വെൻ ടോട്ട്സ് ഓഫ് നോയിസൻസ് ആൻഡ് ട്രസ്പാസ് ആർ നോട്ട് അവൈലബിൾ. നോയിസൻസ് അവൈലബിൾ, ചിലപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ടതായിരിക്കും. നെഗ്ലിജൻസും നോയിസൻസും ട്രസ്പാസും എല്ലാം കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നോയിസൻസും ട്രസ്പാസും അപ്ലിക്കബിൾ അല്ലാത്ത മേഖലകളിൽ, അവൈലബിൾ അല്ലാത്ത മേഖലകളിൽ നെഗ്ലിജൻസ് ഉപയോഗിക്കാം. ഒറ്റ പോയിന്റ് ഉള്ളൂ, there should be a direct linkage in negligence and harm caused. എനിക്ക് എന്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായി എന്നും ആ നെഗ്ലിജൻസിന്റെ ഫലമായിട്ട് ഹാം ഉണ്ടായി എന്നുള്ള ഡയറക്റ്റ് ലിങ്ക് വേണം, ഇൻഡയറക്റ്റ് ഹാം പോരാ. പിന്നെ മറ്റൊന്നും കൂടി പ്രൂവ് ചെയ്യണം, ഞാൻ വേണ്ടത്ര കെയർ എടുത്തില്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇത് അപ്പൊ 3 പോയിന്റ് ആണ്. 1, പിന്നെ നോയിസൻസും ട്രസ്പാസും അപ്ലിക്കബിൾ അല്ലാത്ത കേസിലാണ് നെഗ്ലിജൻസ് അപ്ലിക്കബിൾ ആവുക. 1. 2, നെഗ്ലിജൻസും ഞാൻ ഉണ്ടാക്കിയ ഹാം ഡയറക്റ്റ് ലിങ്ക് ഉണ്ടായിരിക്കണം. 3, പിന്നെ കൃത്യമായി പ്രൂവ് ചെയ്യണം, നെഗ്ലിജൻസ് ഉണ്ടാക്കിയ ആള് ഞാൻ കെയർ എടുത്തിട്ടില്ല എന്ന് കൃത്യമായി പ്രൂവ് ചെയ്യണം. കൃത്യമായി പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നെഗ്ലിജൻസ് വരില്ല. മുകേഷ് ടെക്സ്റ്റൈൽസ് മിൽസ് സുബ്രഹ്മണ്യ ശാസ്ത്രി അപ്പലിന്റെ മുകേഷ് ടെക്സ്റ്റൈൽസ് മിൽസിന് ഒരു വലിയ ഷുഗർ ഫാക്ടറി ഉണ്ട്. അവർ ആ ഷുഗർ ഫാക്ടറിയിൽ മൊളാസസ്, ഷുഗറിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സാധനം, അത് സൂക്ഷിക്കും. വലിയ വലിയ കണ്ടെയ്നർ 3 ടാങ്കിലായിട്ട് ഷുഗർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന മൊളാസസ് 3 ടാങ്കില്
ആയി സൂക്ഷിക്കും. അപ്പൊ പക്ഷേ ഈ 3 ടാങ്കുകളും മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ടാങ്കുകളാണ്, ഇരുമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ ടാങ്ക് അല്ല, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ടാങ്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടാങ്ക് എല്ലാം പൊട്ടിപ്പോവുകയും അത് തൊട്ടടുത്തുള്ള റെസ്പോണ്ടന്റിന്റെ ലാൻഡിലേക്ക് ഈ മൊളാസസ് മൊത്തമായിട്ട് അങ്ങോട്ട് പോവുകയും അദ്ദേഹത്തിന്റെ കൃഷി മൊത്തം നശിച്ചു പോവുകയും ചെയ്തു. ഈ ടാങ്ക് ഒരു ടാങ്ക് തകർന്നു പോയിട്ട് അതിലെ മൊളാസസ് തൊട്ടടുത്തുള്ള ഒരാളുടെ കൃഷിസ്ഥലത്തേക്ക് വ്യാപിക്കുകയും ആ കൃഷിയെല്ലാം നശിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഓക്കെ, the court held the appellant liable on 2 grounds. 2 കാരണങ്ങൾ കൊണ്ട് ഈ മുകേഷ് ടെക്സ്റ്റൈൽസ് മിൽസ് ലയബിൾ ആണ്. ഒന്ന്, ഫെയിൽ ടു ടേക്ക് ഡ്യൂട്ടി ഓഫ് റീസണബിൾ കെയർ. ഒരു മൊളാസസ് പോലെ അത് പുറത്തു പോയാൽ അപകടമുണ്ടാകുന്ന ഒരു സാധനമാണെങ്കിൽ അവിടെ ഒരു അത് പുറത്തു പോകാത്ത രൂപത്തിൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. ഫെയിൽ ടു ടേക്ക് റീസണബിൾ കെയർ, അവിടെ റീസണബിൾ കെയർ ഉപയോഗിച്ചില്ല. 2, ആ ലാൻഡ് നോൺ നാച്ചുറൽ യൂസിനാണ് ഉപയോഗിക്കുന്നത്. അതായത് അവിടെ ആ ലാൻഡിന്റെ ഉപയോഗമല്ല, ആ ലാൻഡിന്റെ ഉപയോഗം കൃഷി ചെയ്യാനൊക്കെ ആയിരിക്കും ലാൻഡിന്റെ ഉപയോഗം. അത്തരം സ്ഥലത്ത് മൊളാസസ് പോലെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഈ 2 കാരണങ്ങൾ കൊണ്ട് മുകേഷ് ടെക്സ്റ്റൈൽസ് മിൽസ് ലയബിൾ ആണെന്ന് കോടതി പറഞ്ഞു. ബി വെങ്കടപ്പ വേഴ്സസ് ബി ലോവിസ്. അപ്പലൻ ഹാഡ് കൺസ്ട്രക്റ്റഡ് എ ചിമ്മിനി. ഒരു ചിമ്മിനി ഉണ്ടാക്കി. ആ ചിമ്മിനിയുടെ ഹോൾസ്, അതിലെ ദ്വാരങ്ങള് പ്രൊജക്ടിങ് ടുവേർഡ്സ് റെസ്പോണ്ടന്റ് സൈഡ്സ്. അപ്പൊ അവിടെ ചിമ്മിനി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിമ്മിനിയുടെ ദ്വാരങ്ങൾ അടുത്തുള്ള ആളുടെ വീട്ടിലേക്കാണ് അതിന് പുക വന്നാൽ പോവുക. അപ്പൊ അന്ന് ചിമ്മിനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇവര് പറഞ്ഞു, അപ്പൊ ഇവര് പറഞ്ഞു ഈ ചിമ്മിനിയിൽ പുക വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അപ്പൊ ടീം പറഞ്ഞു, ഈ ഫാക്ടറി ഉണ്ടാക്കിയ ആളുകൾ പറഞ്ഞു, അതിപ്പോ പുക വരുമ്പോ ആലോചിച്ച പോരെ, പോരാ, ഇത് ഭാവിയിൽ എന്തായാലും ഇങ്ങനെ ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുക ഇങ്ങോട്ട് വരും. പുകയെല്ലാം വന്നിട്ട് ഇഞ്ചക്ഷൻ പോരാ. ദ റെസ്പോണ്ടൻസ് കണ്ടക്ടഡ് ദാറ്റ് ദ സ്മോക്ക് വുഡ് കോസ് ഡിസ്കംഫർട്ട് ടു ഹിസ്. ഇങ്ങനെ ഫാക്ടറിയിലെ ചിമ്മിനിയിൽ നിന്ന് ധാരാളമായിട്ട് പുക എന്റെ വീട്ടിലേക്ക്, എന്റെ പരിസരങ്ങളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്റെ ആരോഗ്യത്തെ ബാധിക്കും. ദ കോർട്ട് ഇഷ്യൂഡ് മാൻഡേറ്ററി ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ബി വെങ്കടപ്പ വേഴ്സസ് ബി ലോവിസ്. അങ്ങനെ ആ മാൻഡേറ്ററി ഇഞ്ചക്ഷനെതിരെ അപ്പലന്റ് വെങ്കടപ്പ ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതാണ്, ഈ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അപ്പൊ ഡിസ്കംഫർട്ട് ഉണ്ടായി എന്നോ ഒരു ഇഞ്ചുറി ഉണ്ടായി എന്നോ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹൈക്കോർട്ട് റിജക്റ്റഡ് കണ്ടക്ഷൻ. അപ്പൊ ഉണ്ടായിട്ട് തന്നെ വരണമെന്നില്ല. ഇറ്റ് വാസ് ദ കോമൺ നോളേജ് ദാറ്റ് അവിടെ ഫാക്ടറി തുടങ്ങിയാൽ ദ സ്മോക്ക് വിൽ എമിനേറ്റ് ടു ഹിസ് ഹോം ഓർ ടു ഹിസ് കംഫർട്ട്. അപ്പൊ അത് ഉറപ്പായിട്ടും അങ്ങോട്ട് വരും. ഇറ്റ് വിൽ കോസ് ഇഞ്ചുറി, സംശയമൊന്നുമില്ല. അവിടെ അത് ഹൈക്കോർട്ട് പോയപ്പോൾ ഹൈക്കോർട്ടും ഈ താഴെ കോടതിയിലുള്ള ഇഞ്ചക്ഷൻ കൊടുത്തത് അനുകൂലിക്കുകയാണ് ചെയ്തത്. വെങ്കടപ്പ വേഴ്സസ് ലോവിസ്. അപ്പൊ നമ്മള് നോയിസൻസ് പറഞ്ഞു, നെഗ്ലിജൻസ് പറഞ്ഞു. നെഗ്ലിജൻസ് 3 പോയിന്റ് ആണ്. ഡ്യൂട്ടി ടു ടേക്ക് കെയർ, fail to take that duty and cause the harm. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നെഗ്ലിജൻസ് വരും. അടുത്തൊരു ഏരിയ ട്രസ്പാസ് ആണ്. ട്രസ്പാസ് എന്ന് പറഞ്ഞാല് അതിക്രമിച്ച് പ്രവേശിക്കല്. നമ്മൾ സാധാരണ ട്രസ്പാസ് എന്ന് പറയുമ്പോൾ വ്യക്തികൾ അതിക്രമിച്ച് കയറലാണ്. പക്ഷെ ഇവിടെ കല്ലെടുത്തെറിഞ്ഞാൽ ട്രസ്പാസ് ആണ്. വെള്ളം നമ്മളെ വീട്ടിലേക്ക് ഒഴുകിയാൽ ട്രസ്പാസ് ആണ്. പൊടി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ട്രസ്പാസ് ആണ്. ഇലകള്, ചില്ലകള്, മരം ഒക്കെ ട്രസ്പാസ് ആണ്. വ്യക്തികൾ തന്നെ ആവണമെന്നില്ല. ഇന്റൻഷണൽ ഓർ ഡയറക്റ്റ് ഇന്റർഫറൻസ് വിത്ത് പേഴ്സണൽ ഓർ പ്രൊപ്രൈറ്ററി റൈറ്റ്സ് വിത്തൗട്ട് എക്സ്ക്യൂസ്. ഇന്റൻഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ നേരിട്ടുള്ള ഇന്റർഫറൻസ് ആയിരിക്കണം. വിത്ത് പേഴ്സണൽ ഓർ പ്രൊപ്രൈറ്ററി റൈറ്റ്സ് വിത്തൗട്ട് എക്സ്ക്യൂസ്. The tort of negligent trespass is actionable per se. Actionable per se എന്ന് പറഞ്ഞാൽ ഡാമേജ് ഉണ്ടായി എന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രസ്പാസ് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാള് രാത്രി അതിക്രമിച്ച് വന്നിട്ട് ഒന്നും ചെയ്തില്ല, ഭീഷണിപ്പെടുത്തി ഒന്നുമില്ല, നിങ്ങൾ പൈസ എടുത്തില്ല, കളവ് നടത്തിയില്ല. പക്ഷെ അതിക്രമിച്ച് വന്നാൽ അത് തന്നെ ആക്ഷൻ പെർ സെ ആണ്. നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടായിട്ടില്ല. അയാൾ 12 മണിക്ക് അതിക്രമിച്ച് നിങ്ങൾ വീട്ടിൽ കയറിയിട്ട് അപ്പോൾ അപ്പൊ തന്നെ ശരി പോട്ടെ എന്ന് പറഞ്ഞ് പോയി. പക്ഷെ എന്നാൽ പോലും അത് നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതാണ്.
അത് ടോർട്ടിന്റെ ട്രസ്പാസിൽ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ഡാമേജ് ഉണ്ടായി എന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതാണ് ട്രസ്പാസിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോ ട്രസ്പാസ് പ്രൂവ് ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ്: intentional or negligent interference with the personal or property rights. Intentional മനഃപൂർവ്വം അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഉണ്ടായിട്ടുള്ള ഇന്റർഫറൻസ്. Such interference must be നേരിട്ടായിരിക്കണം, നേരിട്ടുള്ള ഇന്റർഫറൻസ് ആയിരിക്കണം. അതാണ് ട്രസ്പാസിൽ പറയുന്നത്. എക്സാമ്പിൾസ്: ത്രോസ് ഗാർബേജ് ഓൺ ബീസ് ലാൻഡ്. നമ്മൾ ഇപ്പൊ കാണുന്ന എല്ലാം അങ്ങനെ തന്നെയല്ലേ? വേറൊരുത്തന്റെ തൊടിയിലേക്ക്, പറമ്പിലേക്ക്, സ്ഥലത്തേക്ക് വേസ്റ്റ് വലിച്ചെറിയുക ട്രസ്പാസ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഫാക്ടറിയിലുള്ള മാലിന്യങ്ങൾ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് കളയുക. അപ്പൊ അതൊക്കെ എന്താ? ട്രസ്പാസ് ആണ്. മനഃപൂർവ്വം വേസ്റ്റ് വലിച്ചെറിയുന്നതോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ ഒരാളുടെ സ്ഥലത്തേക്ക് വിടുന്നതൊക്കെ ട്രസ്പാസ് ആണ്. ഓക്കെ. ആർവിഡ്സൺ വേഴ്സസ് റെനോൾഡ്സ് മെറ്റൽ കമ്പനി. അലൂമിനിയം വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിഫറെന്റ് പ്ലാന്റ്. ഇതിന്റെ പ്ലാന്റിൽ അലൂമിനിയമാണ് ഉണ്ടാക്കുന്നത്. ഈ കോസ്ഡ് ഫ്ലൂറൈഡ്സ് ടു ബി ഡിസ്ചാർജ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പൊ ഈ അലൂമിനിയം പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഫ്ലൂറിൻ പുറത്തേക്ക് വിടുന്നു, ഫ്ലൂറൈഡ്സ് ഉണ്ടാവുന്നു, ഫ്ലൂറിൻ ഓക്സിജനുമായി കൂടിച്ചേർന്ന് ഫ്ലൂറൈഡ് ഉണ്ടാവുന്നു. അപ്പൊ ഈ അലൂമിനിയത്തിന്റെ ബൈ പ്രൊഡക്റ്റായി വരുന്ന സാധനം അന്തരീക്ഷത്തിലേക്ക് വിടുകയാണ്. അന്തരീക്ഷത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓക്സിജനുമായി ചേരുന്നു. ഓക്സിജനുമായി ചേരുമ്പോൾ ഫ്ലൂറൈഡ് ഉണ്ടാവുന്നു. അപ്പൊ അത് അകത്തേക്ക് വന്നാൽ അത് ശ്വസിക്കുകയാണെങ്കിൽ ഇഫ് ഇൻജസ്റ്റഡ് ഇൻ എക്സസീവ് ക്വാണ്ടിറ്റീസ് വേർ കാപ്പബിൾ ഓഫ് ഡാമേജ് കാറ്റിൽ, അത് കന്നുകാലികൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ശ്വസിക്കുകയാണെങ്കിൽ കന്നുകാലി ചത്തുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ കോടതി പറഞ്ഞു അലൂമിനിയം നമുക്ക് നാഷണൽ ഡിഫൻസിന് ആവശ്യമാണ്. അപ്പൊ നമുക്ക് അലൂമിനിയം ഉണ്ടാക്കാമെന്ന് നിർത്താൻ പറ്റില്ല, കാരണം അത് നമ്മുടെ നാഷണൽ ഡിഫൻസിന് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് കോടതി അത് അനുവദിച്ചിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ ആളുകൾക്ക് ട്രസ്പാസ് ആണ്, പക്ഷെ നാഷണൽ ഡിഫൻസ് എന്നുള്ള ഗ്രൗണ്ടിൽ കോടതി അനുവദിക്കാതെ ഇരുന്ന കേസ് ഉണ്ടായിട്ടുണ്ട്. ശരി, ഇനി നമ്മളിപ്പോ നോയിസൻസ് പറഞ്ഞു, നെഗ്ലിജൻസ് പറഞ്ഞു, ട്രസ്പാസ് പറഞ്ഞു. ഇനി അടുത്ത ഒരു കോമൺ ലോ റെമഡിയാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റി. സ്ട്രിക്റ്റ് ലയബിലിറ്റി നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടോർട്ടിൽ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ കേസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമുക്കറിയാം 1868 അത്രയും ഏകദേശം 150 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു കേസാണ്. പക്ഷെ അത് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും 2021 ഓഗസ്റ്റ് മാസം 8-ാം തീയതി സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്ലാസിക് കേസാണ്. അറിയാം, ഒരു ഭൂമിയിൽ സ്വന്തം സ്ഥലത്ത് ഒരു റിസർവോയർ ഉണ്ടാക്കാൻ വേണ്ടി കോൺട്രാക്ട് കൊടുത്തു, വർക്കേഴ്സിനെ ഏൽപ്പിച്ചു. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകള് അവര് റിസർവോയർ ഉണ്ടാക്കുമ്പോൾ മനസ്സിലായി ഉപയോഗശൂന്യമായ ചില മൈനുകൾ ഉണ്ടായിരുന്നു. കൊച്ചു വന്നപ്പോൾ കുറെ മൈനുകൾ കണ്ടു അവിടെ. പക്ഷെ അവർ ആ മൈനുകൾ കൃത്യമായിട്ട് അടച്ചില്ല. കുറെ തുരങ്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കൃത്യമായി അടച്ചില്ല. അങ്ങനെ അവര് റിസർവോയറിൽ വർക്ക് പൂർത്തിയാക്കിയിട്ട് അതിൽ വെള്ളം നിറച്ചു. അങ്ങനെ റിസർവോയറിൽ വെള്ളം നിറച്ചപ്പോൾ സംഭവിച്ചെന്താ? ആ മൈനുകളിലൂടെ, ആ തുരങ്കങ്ങളിലൂടെ വെള്ളം മൊത്തം മറ്റു ആളുകളുടെ പറമ്പിലേക്ക്, ചുറ്റുമുള്ള ആളുകളുടെ പറമ്പിലേക്ക് പോയി. അപ്പോ അങ്ങനെയാണ് പിന്നെ നഷ്ടപരിഹാരം വരുന്ന വിഷയങ്ങൾ വരുന്നത്. ഫ്ലെച്ചർ കേസ്, ഐ തിങ്ക് യു നോ ദാറ്റ് കേസ്. അപ്പൊ 4 റിക്വയർമെന്റ്സ് ആണ് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ ഉള്ളത്. ഒന്ന്, ഡിഫൻഡന്റ് ബോട്ട് സംതിങ് ടു ലാൻഡ്. സാധാരണ ഭൂമിയിലുള്ള ഉപയോഗമല്ലാതെ വേറെ എന്തെങ്കിലും സാധനം കൊണ്ടുവരിക. സാധാരണ ഭൂമിയിൽ നെല്ലുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വാഴയോ എന്തെങ്കിലും കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു, ഒന്നും പ്രശ്നമല്ല. പുതിയ സാധനമാണ് റിസർവോയർ. അപ്പൊ അത് ഭൂമിയിലേക്ക് പുതിയ സാധനം കൊണ്ടുവരുന്നു. ഓക്കെ, കൊണ്ടുവരാം. അത് നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ് ആയിരിക്കണം. ലാൻഡിന്റെ സ്വാഭാവികമായിട്ട് ഉപയോഗമല്ലാത്ത മറ്റൊരു ഉപയോഗമായിരിക്കണം. സ്വാഭാവികമായിട്ട് ലാൻഡിന്റെ ഉപയോഗമാണെങ്കിൽ പ്രശ്നമല്ല. അപ്പോ അത് നോൺ നാച്ചുറൽ യൂസ് ആയിരിക്കണം. 3, അത് പുറത്തു പോയാൽ കുഴപ്പമുള്ളതായിരിക്കണം. പുറത്തു പോവുകയും അത് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യണം. ഇപ്പൊ എന്റെ ലാൻഡിൽ ഞാൻ തേനീച്ച വളർത്തുന്ന 1 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഞാൻ നിറയെ തേനീച്ചയെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ഡിഫൻഡന്റ് ബോട്ട് സംതിങ് ടു ലാൻഡ്, എന്റെ ഭൂമിയിലേക്ക് ഞാൻ തേനീച്ചകളെ കൊണ്ടുവന്നു. എന്നിട്ടോ അത് നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ് ആണ്. എന്റെ ഭൂമിയിൽ തെങ്ങുണ്ടാക്കുകയോ അല്ലെങ്കിൽ തേങ്ങ ഉണ്ടാക്കുകയോ അടക്ക ഉണ്ടാക്കുകയോ ഒക്കെ നാച്ചുറൽ യൂസ് ആണ്. തേനീച്ചകൾ വളർത്തുക എന്നുള്ളത് നാച്ചുറൽ യൂസ് അല്ല.
അതോ മൂന്നാമത്തെ പോയിന്റോ ദ തിങ് വാസ് ലൈക്ലി ടു കോസ്റ്റ് മിസ്ചീഫ്, ആ തേനീച്ചകൾ പുറത്തു പോയിട്ട് ആള് കുത്തിയ പ്രശ്നമാണ്. നാലാമത്തെ പോയിന്റോ അത് പുറത്ത് പോവുകയും ആളുകളെ കുത്തിയിട്ട് ഡാമേജ് ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് റൈലൻസ് വേഴ്സസ് ഫ്ലെച്ചറിന്റെ 4 റിക്വയർമെന്റ്സ്. പക്ഷേ ഈ റൈലൻസ് ഫ്ലെച്ചറിൽ 4 റിക്വയർമെന്റ്സിന്റെ കൂടെ 5 എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1868 കേസിൽ 5 എക്സെപ്ഷൻ ഉണ്ട്. കൺസെന്റ് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം പിന്നെ പ്ലെയിൻറ്റിഫിന്റെ ഇപ്പൊ എന്റെ ഭൂമിയിൽ ഞാൻ പുലിയെ വളർത്തുന്നു, പുലിയെ വളർത്തിയിട്ട് പുലി പുറത്ത് പോയി അപകടം ഉണ്ടായാൽ ഇത് വരാം. പക്ഷെ ഒരാൾ ഇങ്ങോട്ടൊന്ന് പുലിയുടെ കൂട്ടിലേക്ക് പോയി കൈയിടുകയാണ്, ആ പ്ലെയിൻറ്റിഫിന്റെ ഓൺ ഫോൾട്ട് ആണെങ്കിൽ എക്സെപ്ഷൻ കേസ് ഡാമേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വരുന്ന ആൾക്ക് പ്ലെയിൻറ്റിഫിനും ഡിഫൻഡിനും കോമൺ ആയി ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യമാണ് ലാൻഡ് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. ഇനി ഞാൻ എന്റെ ഭൂമിയിൽ പുലിയെ വളർത്തുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ നല്ല കെയർ എടുത്തു, വേറൊരാളെന്ന് ആ പുലിയുടെ കൂട് തുറന്നു വിട്ടു, ആക്ട് ഓഫ് സ്ട്രേഞ്ചർ, എന്നിട്ട് പുലി പുറത്തു പോയി, അപ്പൊ ഞാൻ ഉത്തരവാദിയല്ല. എക്സെപ്ഷൻ 3 ആക്ട് ഓഫ് സ്ട്രേഞ്ചർ. 4 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, പബ്ലിക് പർപ്പസിന് വേണ്ടിയാണെങ്കിൽ, പബ്ലിക് പർപ്പസിനാണെങ്കിൽ അത് കേസ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇലക്ട്രിസിറ്റി പബ്ലിക് പർപ്പസിന് വേണ്ടിയാണ്, നേരത്തെ പറഞ്ഞ അലൂമിനിയം ഉണ്ടാക്കുന്നത് പബ്ലിക് പർപ്പസിനാണ്, അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. ആക്ട് ഓഫ് ഗോഡ്, വിസ്മേജ് എന്ന് പറയും, സുനാമി ഉണ്ടായി, ഇതെല്ലാം കൂടി ഞാൻ എന്റെ പുലിയുടെ കൂടുകളൊക്കെ തകർന്ന് അടുത്ത വീട്ടിലേക്ക് പുലികൾ പോയി, അപ്പോ കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോ റൈലൻസ് വേഴ്സസ് ഫ്ലെച്ചർ കേസിൽ 4 റിക്വയർമെന്റ്സ് ഉണ്ട്, പ്ലസ് 5 എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് 1868 ഈ റൈലൻസ് വേഴ്സസ് ഫ്ലെച്ചർ കേസിനകത്താണ് സ്ട്രിക്റ്റ് ലയബിലിറ്റി കൊണ്ടുവന്നത്. അപ്പൊ 4 കാര്യങ്ങളാണ് എൻവയോൺമെന്റലുമായി ബന്ധപ്പെട്ട് കോമൺ ലോ റെമഡി ഉള്ളത്: നോയിസൻസ്, നെഗ്ലിജൻസ്, ട്രസ്പാസ് പ്ലസ് സ്ട്രിക്റ്റ് ലയബിലിറ്റി. ഇന്ത്യ ഇത് 4 കൂടാതെ ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റിയെ അല്പം മോഡിഫൈ ചെയ്തിട്ട് ഇന്ത്യ അബ്സല്യൂട്ട് ലയബിലിറ്റി കൊണ്ടുവന്നു. ഇത്രേ ഉള്ളൂ. അബ്സല്യൂട്ട് ലയബിലിറ്റി ആണെങ്കിൽ സ്ട്രിക്റ്റ് ലയബിലിറ്റിയിലെ 5 എക്സെപ്ഷൻ ഇല്ല. അതായത് സ്ട്രിക്റ്റ് ലയബിലിറ്റിയിലുള്ള 5 എക്സെപ്ഷൻ ഉണ്ടല്ലോ, ആ 5 എക്സെപ്ഷൻ കട്ട് ചെയ്താൽ സ്ട്രിക്റ്റ് ലയബിലിറ്റി മൈനസ് 5 എക്സെപ്ഷൻസ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് ലയബിലിറ്റി. കൺസെന്റ് ഉണ്ടോ ഇല്ലേ പ്രശ്നമല്ല, കോമൺ ബെനിഫിറ്റ് ആണോ അല്ലേ പ്രശ്നമല്ല, സ്ട്രേഞ്ചർ ആക്ട് ചെയ്തോ പ്രശ്നമല്ല, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആണോ നോക്കേണ്ട ആവശ്യമില്ല, ആക്ട് ഓഫ് ഗോഡ് പ്രശ്നമല്ല. ഈ 5 എക്സെപ്ഷൻ എടുത്തു കളഞ്ഞാൽ അബ്സല്യൂട്ട് ലയബിലിറ്റി ആയി. അതായത് ഞാൻ അപകടകരവും ആയ ഒരു കാര്യം എന്റെ ലാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെയായാലും അത് പുറത്തു പോയി വേറെ അപകടം ഉണ്ടായാൽ ഐ ആം ലയബിൾ. വേറെ എന്റർപ്രൈസ് ഈസ് എൻഗേജ്ഡ് in hazardous activities and harm results in anyone on account of accident, the enterprise is absolutely liable to compensate to all those who are affected by accident. ഞാൻ എൻ്റെ ഭൂമിയിൽ വളരെ അപകടകരമായ എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അത് പുറത്തു പോയാൽ പ്രയാസമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ അത് പുറത്തു പോയി വേറെ ആൾക്ക് ഡാമേജ് ഉണ്ടായാൽ ഞാൻ ഉത്തരവാദിയാണ്. വേറെ ഒന്നുമില്ല, എനിക്ക് പിന്നീട് ഡിഫൻസ് ഒന്നുമില്ല. ഇതാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി കൺസെപ്റ്റ്. ഇതാണ് 1987 ഭോപ്പാൽ ഗ്യാസ് ലീക്കേജിന് ശേഷം 1987 ഒലിയം ഗ്യാസ് ലീക്കേജ് വന്നു. അതിന് ഭോപ്പാൽ ഗ്യാസ് ലീക്കേജ് കേസിന് ശേഷമാണ്. ഭോപ്പാൽ ഗ്യാസ് ലീക്കേജ് 1986 ഡിസംബർ 2 അർദ്ധരാത്രിയും ഡിസംബർ 3 രാവിലെയുമാണ് ഭോപ്പാൽ ഗ്യാസ് ലീക്കേജ് കേസ് ഉണ്ടായത്. അതിനുശേഷമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അതിനുശേഷമാണ് ഈ 1987 ഭോപ്പാലില് ഇതൊന്നും തോന്നിയിട്ടില്ല. ഭോപ്പാൽ അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു ഡോക്ട്രിൻ കൊണ്ടുവരാൻ പറ്റിയില്ല. ഭോപ്പാലിന് ശേഷമാണ് 1987 ഒലിയൻ ഗ്യാസ് ലീക്കേജിലാണ് നമ്മൾ അബ്സല്യൂട്ട് ലയബിലിറ്റി കേസ് ഒന്ന്. ഒലിയം ഗ്യാസ് ലീക്കേജ് കേസ് നമ്മൾ ശ്രീറാം ഫെർട്ടിലൈസേഴ്സ് കേസ് എന്ന് പറയും. ഒലിയം ഗ്യാസ് ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോയി. സുപ്രീം കോടതി പറഞ്ഞു ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റി പ്രിൻസിപ്പിള് 100 നൂറ്റാണ്ട് പഴക്കമുള്ള പ്രിൻസിപ്പിളാണ്. അപ്പോ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഇത് പോരാ. ഈ കാലഘട്ടത്തെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ആ പഴയ സ്ട്രിക്റ്റ് ലയബിലിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് പറ്റില്ല. നൗ വി ആർ ഇൻ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇപ്പോൾ വ്യാവസായിക സമൂഹമായി എല്ലാവരും. അന്നത്തെ കാലത്തൊക്കെ വല്ലപ്പോഴും ഒരു ഫാക്ടറി ഒക്കെ ഉണ്ടാവുകയുള്ളൂ. കാരണം എപ്പോഴാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത്. അപ്പൊ ഇത് ഇൻഡസ്ട്രിയലിന്റെ കാലഘട്ടമാണ്, വ്യാവസായിക ലോകത്തിന്റെ കാലമാണ്.
സയൻസും സാങ്കേതിക വിദ്യയും ഒക്കെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇനി പഴയ പോലെ ഒലിയൻ ഗ്യാസ് കേസിൽ പഴയ സ്ട്രിക്ട് ലയബിലിറ്റി പ്രിൻസിപ്പിളും കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എക്സെപ്ഷൻ എടുത്തു കളഞ്ഞു, അബ്സല്യൂട്ട് ലയബിലിറ്റി ആയി. അപ്പൊ കോമൺ ലോ റെമഡീസിൽ നമ്മൾ നോയിസൻസ്, നെഗ്ലിജൻസ്, trespass, strict liability, and a novice Indian concept of absolute liability is introduced. അത് കോമൺ ലോ റെമഡി പെട്ടതല്ല, പക്ഷെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ന് പറയുകയും ചെയ്യാം അബ്സല്യൂട്ട് ലയബിലിറ്റി. ഇത്രയാണ് കോമൺ ലോ റെമഡീസ് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ള അടുത്ത ഏരിയ ഈ മറ്റു സ്റ്റാറ്റ്യൂട്ടുകൾ, IPC, CRPC, മറ്റു എവിഡൻസ്, CPC, മറ്റു സ്റ്റാറ്റ്യൂട്ടുകളിൽ എന്താണ് എൻവയോൺമെന്റൽ ലോയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് അടുത്ത രണ്ട് സെഷനായിട്ട് പറയാൻ പോകുന്നത്. 1/2 മണിക്കൂറായി. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. IPC, CRPC, CPC തുടങ്ങിയ വിഷയങ്ങളിൽ എന്താണ് എൻവയോൺമെന്റൽ ലോയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞോളൂ. ഞാൻ മോണോട്ടോണസ് ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോകും. പറയാനുള്ളത് അതിവേഗത്തിൽ പറഞ്ഞു പോകുക എന്നുള്ളതാണ്, സമയമില്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിലും ഇല്ലെന്ന് ചാറ്റ് ചെയ്തോളൂ. എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏരിയക്കകത്ത് ഏതെങ്കിലും സ്ലൈഡുകളിനകത്ത് വീണ്ടും ഇടണമെങ്കിൽ, വീണ്ടും ഡിസ്കസ് ചെയ്യണമെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടി പറഞ്ഞോളൂ. ഇനി ഒന്നും കുഴപ്പമില്ല, മുന്നോട്ട് പോകണമെന്നെങ്കിൽ നിങ്ങൾ സിഗ്നൽ എതിരാണെങ്കിൽ ഞാൻ അങ്ങ് മുന്നോട്ട് അടുത്തതിലേക്ക് പോകാം. ഒരു 1/2 മണിക്കൂർ കൂടി നമുക്ക് സമയമുള്ള 5:34. We have to wind up at 5:56. അഭിജിത്ത് എന്താ പറയുന്നത്? It is clear. Rukia, it is clear. Thank you. മുന്നോട്ട് പോകാം അല്ലേ? താങ്ക് യു. റെസ്പോൺസ് കിട്ടുമ്പോൾ യെസ്, ഗായത്രി CH, it is clear. താങ്ക് യു. മൂവ് ഓൺ ഫ്രം ഹെഗിൻ. ഓക്കെ, താങ്ക് യു. ശരി, CRPC എന്ന് പറയുന്നു. CRPCയിൽ പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 133. 133 പബ്ലിക് നോയിസൻസ് ഉണ്ടെങ്കിൽ SDM, ADM, RDO തുടങ്ങിയ റാങ്കിലുള്ള ആളുകൾക്ക് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ കപ്പാസിറ്റിയിൽ ഇടപെടാനുള്ളതാണ് CRPC 133. പവർ ഓഫ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ടു റിമൂവ് ഒബ്സ്ട്രക്ഷൻ ആൻഡ് നോയിസൻസ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പവറാണ് അത് ഉള്ളത്. അപ്പൊ നോ ഓർഡർ ഡ്യൂലി മെയ്ഡ് മജിസ്ട്രേറ്റ് ഷാൾ ബി കോൾഡ് ഇൻ ക്വസ്റ്റ്യൻ ഇൻ എനി സിവിൽ കോഡ്. അപ്പോ കൃത്യമായിട്ട് ഒരു മജിസ്ട്രേറ്റിന്റെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് നിയമപരമായി ചെയ്യുകയാണെങ്കിൽ സിവിൽ കോർട്ടിന് വലിയ റോളില്ല. 133 CRPC പ്രകാരം മജിസ്ട്രേറ്റ് ഉത്തരവിടുകയാണെങ്കിൽ സിവിൽ കോടതി നോർമൽ കേസിൽ ഇടപെടാറില്ല. പക്ഷെ അത് പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടുകയും ചെയ്യാം. അപ്പൊ CRPCയിൽ 133 നമ്മുടെ നാട്ടിൽ വലിയ ശല്യം ഉണ്ടാവുന്നു. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ SLCക്ക് പഠിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ പ്രോഗ്രാം നടക്കുകയാണ്, ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ 133 പ്രകാരം നമുക്ക് ADM-ന് RDO-ക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇപ്പൊ CRPC വളരെ കാര്യമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. പബ്ലിക് ന്യൂസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുക്കുകയാണെങ്കിൽ SDM കപ്പാസിറ്റിയിലാണ് ആ 133. കളക്ടർ തന്നെ വേണമെന്നില്ല, RDO, SDM, ADM ഒക്കെ അതിന്റെ ഭാഗമാണ്. ശരി, അപ്പോ കളക്ടർക്ക് 133 CRPC പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ഒരു കണ്ടീഷണൽ ഓർഡർ കൊടുക്കാം, അതിനുശേഷം പെർമനന്റ് ഓർഡർ കൊടുക്കാം. പിന്നെ ഈ ഉത്തരവ്, കളക്ടറുടെ 130 ഉത്തരവ് എൻവയോൺമെന്റ് ഇഷ്യൂവുമായിട്ട് തീർച്ചയായിട്ടും കൊടുക്കാവുന്നതാണ്. CRPC 133 പ്രകാരം എൻവയോൺമെന്റ് ഇഷ്യൂവിൽ കളക്ടർ ഇടപെടാം. He can adopt immediate measures to prevent danger and injury. കാരണം സാധാരണ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സമയമെടുക്കും. അപ്പൊ ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന് പറഞ്ഞാൽ കളക്ടർക്ക് ബന്ധപ്പെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഓർഡർ വരാം. അപ്പൊ അവിടെ ഇത്രയുള്ളൂ, ഡേഞ്ചർ, അപകടമുണ്ടോ, ഒരു ഇൻജുറി റിലേറ്റിംഗ് ടു ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നുണ്ടോ, ഹെൽത്ത് ഓർ സേഫ്റ്റി, സുരക്ഷയ്ക്കോ ആരോഗ്യത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള ഹാനികരമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കളക്ടർക്ക് വെള്ളക്കടലാസിൽ പരാതി കൊടുത്താൽ കളക്ടർക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട്. SDM, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കപ്പാസിറ്റിയിൽ. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചും കൂടി പ്രൊസീജിയർ സിമ്പിൾ ആണ്. കോടതിയിൽ പോയിട്ട് വക്കീലിനെ കണ്ടിട്ട് അതിന്റെ പിന്നെ സിവിൽ റൂൾസോ പ്രാക്ടീസോ അല്ലെങ്കിൽ റൂൾസോ ആവശ്യമില്ല. ക്ലാസ്സിൽ കളക്ടർക്ക് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇടപെടാൻ കഴിയുന്ന സെക്ഷൻ 133 CRPC സിമ്പിൾ ആണ്, പക്ഷെ ബട്ട് പവർഫുൾ ആയ ഒരു സെക്ഷൻ CRPC 133 ഉണ്ട്. അതിനകത്താണ് ഡൽഹി ഷുഗർ മിൽ വേഴ്സസ് തുപ്സി കഹാർ. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ സബ്മിറ്റഡ് എ കംപ്ലയിന്റ് ടു STO. 100 കണക്കിന് ആളുകൾ STOക്ക് ഒരു പരാതി നൽകി. എന്താണ്? എഗെയിൻസ്റ്റ് 2 ഷുഗർ മിൽസ് ഡ്രെയിനിങ് ഡർട്ടി ആൻഡ് ടോക്സിക് വാട്ടർ ഇൻടു റിവർ. മുമ്പുള്ള എല്ലാ ഫാക്ടറികളും, എല്ലാം എന്ന് പറയുന്ന ബഹുലക്ഷം ഫാക്ടറികളും അവരുടെ മാലിന്യങ്ങൾ തള്ളാൻ വേണ്ടിയിട്ട് ജലാശയങ്ങളെ തന്നെയാണ് തീർച്ചയായിട്ടും ആശ്രയിച്ചിരുന്നത്. അപ്പൊ STO പരാതി കിട്ടി, 2 ഷുഗർ മില്ലുകൾ പുഴയിലേക്കാണ്
ടോക്സിക് ആയ വാട്ടർ വൃത്തികെട്ടതും അപകടകരമായ വെള്ളം പുറത്തേക്ക് വിടുന്നത്. SDO ഓർഡർ ടു സ്റ്റോപ്പ് ദിസ് ആൻഡ് ആക്ഷൻസ്. അത് ഈ 133 പ്രകാരം SDO ആക്ഷൻ എടുത്തു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ SDOയുടെ ആക്ഷനെതിരെ ആ ഹൈക്കോർട്ടിൽ, പാറ്റ്ന ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി. അപ്പീൽ പോയപ്പോഴോ പാറ്റ്ന ഹൈക്കോർട്ടിൽ പോയപ്പോൾ ഹൈക്കോർട്ട് പറഞ്ഞു, ആസ് പെർ സെക്ഷൻ 133 CRPC 133 പ്രകാരം SDO ഹാസ് power to proceed against the act of discharge of influence which is injurious to health of community. അവിടെ സീരിയസ് ആയിട്ട് ആളുകൾക്ക് പ്രയാസമുള്ള, ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും SDM എന്ന കപ്പാസിറ്റിയിൽ കളക്ടർക്ക് നടപടി എടുക്കാം. അപ്പൊ അതിന്റെ മുകളിൽ അപ്പീൽ നിൽക്കില്ല എന്നുള്ളതാണ് പിന്നെ കോടതി പറഞ്ഞത്. ഓക്കെ, പാറ്റ്ന ഹൈക്കോടതി പറഞ്ഞത്. Okay. Yes. Krishna Gopal versus State of MP. A complaint was made against. One second. Okay. Yes, clear. A complaint was made against noise and air pollution. Krishna Gopal case ആണ്. ഒരു ശബ്ദമുണ്ട്, അതുപോലെ എയർ പൊല്യൂഷൻ ഉണ്ട്. ഫ്രം എ ഗ്ലൂക്കോസ് ഫാക്ടറിയിൽ നിന്നാണ് ആ ഇത് ഉണ്ടാവുന്നത്. ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് എ ഫ്യൂ ഫീറ്റ് എവേ ഫ്രം ദ ഹൗസ് ഓഫ് കംപ്ലൈനന്റ്. അപ്പൊ കംപ്ലൈനന്റ് വീടിന്റെ ഏതാനും വാര അകലെയാണ് ഈ ഗ്ലൂക്കോസ് ഫാക്ടറി ഉള്ളത്. ആഷ് ഫ്രം ദ ഫാക്ടറി ആൾസോ കോസസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ. അപ്പൊ ധാരാളമായിട്ട് അന്തരീക്ഷ മലിനീകരണം, ഇവിടെ നിന്നുള്ള പൊടിയും ഒക്കെ ചാരവും ഒക്കെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോ ഒരു ഗ്ലൂക്കോസ് ഫാക്ടറി, അതിനടുത്ത് തന്നെയാണ് ഈ കംപ്ലൈന്റ് താമസിക്കുന്നത്. ഈ ഫാക്ടറിയിൽ നിന്നുള്ള ആഷ്, ചാരം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പലപ്പോഴും എത്തുന്നു. കൃഷ്ണ ഗോപാൽ സ്റ്റേറ്റ് ഓഫ് UP. ദ ഫാക്ടറി വാസ് ബീങ് റൺ അറൌണ്ട് ദ ക്ലോക്ക്. 24 മണിക്കൂറാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ പരാതിക്കാരിയുടെ ഹസ്ബൻഡ് ഒരു ഹൃദ്രോഗിയാണ്. ഹസ്ബൻഡ് ഓഫ് ദി കംപ്ലൈന്റ് വാസ് ഹെർപ്പഷൻ. അദ്ദേഹം അവര് ഹൃദ്രോഗിയാണ്. അപ്പോ ഈ 24 മണിക്കൂറും ഇതിന് നിരന്തരമായ ബൂമിംഗ് സൗണ്ട് ആണ്. മാത്രമല്ല ഫുൾ ടൈം സൗണ്ട് ആണ്. ദ ഫാക്ടറി വാസ് ഇൻസ്റ്റാൾഡ് ഇൻ എ റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി. ഒരു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു താമസ പ്രദേശമാണ്, റെസിഡൻഷ്യൽ ലൊക്കാലിറ്റിയിലാണ് ഈ ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത്. കൃഷ്ണ ഗോപാൽ സ്റ്റേറ്റ് ഓഫ് MP. ഫാക്ടറി ഓണേഴ്സ് എന്ത് പറഞ്ഞു? അത് ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, ഞങ്ങൾ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിന്റെയും ഗവൺമെന്റിന്റെ വ്യവസായ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമായ എല്ലാ ലൈസൻസും വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. 1. പിന്നെ 2, ഇത് പബ്ലിക് ന്യൂസൻസ് അല്ല. ഇത് 1 2 കുടുംബത്തിലെ പ്രശ്നമുള്ളൂ. ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്ക് പ്രയാസമില്ല. ദിസ് ഈസ് നോട്ട് എ പബ്ലിക് ന്യൂസൻസ്, പ്രൈവറ്റ് ന്യൂസൻസ് ആണ്. അപ്പോ ഇറ്റ് വാസ് പ്രൈവറ്റ് ന്യൂസൻസ്. സെക്ഷൻ 133 cannot be invoked. സെക്ഷൻ 133 പ്രകാരമുള്ള കളക്ടർക്ക് ഇടപെടണമെങ്കിൽ പബ്ലിക് ന്യൂസൻസ് ആയിരിക്കണം. അപ്പൊ ഇത് എല്ലാവർക്കും പ്രശ്നമില്ല. ആ ഫാക്ടറിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന 1 2 ആളുകൾക്ക് പ്രയാസമുള്ളൂ. അതുകൊണ്ട് പബ്ലിക് ന്യൂസൻസ് അല്ല. ലൈസൻസ് ഉണ്ട്, പബ്ലിക് ന്യൂസൻസ് അല്ല. പബ്ലിക് ന്യൂസൻസ് അല്ലാത്തത് കൊണ്ട് കളക്ടർക്ക് ഇടപെടാൻ കഴിയില്ല. ഇതാണ് ഫാക്ടറി ഓണേഴ്സിന്റെ വാദം. കോടതി എന്ത് പറഞ്ഞു? 133 പ്രകാരം കേസ് എടുക്കണമെങ്കിൽ എത്ര എണ്ണം ആളുകൾക്ക് പ്രയാസം ഉണ്ടാണെന്ന് എവിടെ പറയുന്നില്ല. 1 വീടോ അല്ലെങ്കിൽ 10 വീടോ 100 വീടോ 1000 വീടോ ആവണമെന്ന് എവിടെയും 133 പറയുന്നില്ല. അപ്പോ SDO സബ് ഡിവിഷണൽ ഓഫീസർക്ക് കളക്ടർക്ക് ഇടപെടാം. പിന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയയില് ഫുൾ ടൈം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ബോയിലർ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ളത് ബ്ലാറ്റന്റ് വയലേഷൻ ഓഫ് ലോ ആണ്. അത് ഉടനെ തന്നെ ആ ഫാക്ടറി ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി ഹൈക്കോടതി പിന്നെ ഓർഡർ ഇടുകയാണ് ചെയ്തത്. രത്ന മുനിസിപ്പാലിറ്റി വേഴ്സസ് വാത്തി ചന്ദ്. ഇതൊന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ഒരു ക്ലാസിക് ജഡ്ജിമെന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ജഡ്ജിമെന്റ് വായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും രത്ന മുനിസിപ്പാലിറ്റി കേസ് വായിക്കാം. അത് തുറന്ന ട്രെയിനുകൾ, എഫ്ലുവൻസ്, പിന്നെ ആൽക്കഹോൾ പ്ലാന്റ് ഫ്ലോയിങ് ഇൻ ടു സ്ട്രീറ്റ്സ്. അതായത് പിന്നെ തുറസായ ട്രെയിനുകളാണ്, അഴുക്കുചാലുകളാണ്. ആൽക്കഹോൾ പ്ലാന്റ് എന്നുള്ള എഫ്ലുവൻസ് നേരെ സ്ട്രീറ്റ് തെരുവിലേക്കാണ് പോകുന്നത്. റോഡ് നിറയെ സോളിഡ് വേസ്റ്റുകളാണ്, മാലിന്യങ്ങളാണ്. അവിടെ സ്ട്രീറ്റുകൾ ക്ലീൻ ചെയ്യുന്നില്ല. ഇതാണ് അവസ്ഥ.
ഇതാണ് അവസ്ഥ. രത്ല മുനിസിപ്പാലിറ്റി, ഐ തിങ്ക് ഇറ്റ് ഇസ് ഇൻ മധ്യപ്രദേശ്. The residents moved into the magistrate under section 130 CRPC. CRPC 133 പ്രകാരം പ്രദേശവാസികള് മജിസ്ട്രേറ്റിനെ സമീപിച്ചു. The magistrate issued directions to the municipality to draft a plan for the removal of the nuisance in 6 months. 6 മാസം സമയം കൊടുത്തു. ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഈ സംഭവങ്ങൾക്ക് ഒഴിവാക്കണം. 6 മാസം സമയം കൊടുത്തു. ഇത് 6 മാസത്തിനുള്ളിൽ ചെയ്യണ്ടേ? ചെയ്യാതെ ഈ മജിസ്ട്രേറ്റിന് ഉത്തരവിനെതിരെ മുനിസിപ്പാലിറ്റി സെഷൻസ് കോർട്ട് കൊടുത്തു. സെഷൻസ് കോർട്ട് റിവേഴ്സ് ദ ഓർഡർ ഓഫ് ദ മജിസ്ട്രേറ്റ്. സെഷൻസ് കോർട്ട് മജിസ്ട്രേറ്റിന് ഉത്തരവ് ക്യാൻസൽ ചെയ്തു. സെഷൻസ് കോർട്ട് പറഞ്ഞു അത് വേണ്ട, മജിസ്ട്രേറ്റിനാണ് ഉത്തരവിടാൻ അധികാരമില്ല. മജിസ്ട്രേറ്റ് കോർട്ടിന്റെ ഉത്തരവ് സെഷൻസ് കോർട്ട് റിവേഴ്സ് ചെയ്തു. അപ്പോ ഈ പ്രദേശവാസികളുടെ റെസിഡൻസ് അസോസിയേഷൻ ഹൈക്കോർട്ട് പോയി. ഹൈക്കോർട്ട് സെറ്റ് അസൈഡ് ദ ഓർഡർ ഓഫ് സെഷൻസ് കോർട്ട്. സെഷൻസ് കോടതി പറഞ്ഞത് ക്യാൻസൽ ചെയ്തു. എന്നിട്ടോ അപ്ഹെൽഡ് ദ ഓർഡർ ഓഫ് മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ് പറഞ്ഞത് ശരിയാണെന്ന് ഹൈക്കോർട്ട് പറഞ്ഞു. അപ്പൊ മുനിസിപ്പാലിറ്റി എന്ത് ചെയ്തു? സുപ്രീം കോർട്ട് പോയി. നോക്കൂ, മജിസ്ട്രേറ്റ് കോർട്ടിൽ പോയി. അവിടെ മജിസ്ട്രേറ്റ് കോർട്ട് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അത് റിമൂവ് ചെയ്യാതെ മുനിസിപ്പാലിറ്റി എന്ത് ചെയ്തു? ഡിസ്ട്രിക്ട് കോർട്ട് സെഷൻസ് കോർട്ട് പോയി. സെഷൻസ് കോർട്ട് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞ തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? അവന്റെ റെസിഡൻസ് അസോസിയേഷൻ ഹൈക്കോർട്ട് പോയി. ഹൈക്കോർട്ട് പോയപ്പോ പറഞ്ഞു അത് മജിസ്ട്രേറ്റ് കോർട്ട് പറഞ്ഞ ശരിയാണ്, സെഷൻസ് കോർട്ടിന്റെ വാദം തെറ്റാണ്. ഇപ്പൊ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥ നിൽക്കുന്നത്. ഹൈക്കോർട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വേസ്റ്റ് അവിടുന്ന് പോകണം. മുനിസിപ്പാലിറ്റി എന്ത് ചെയ്യണം? വേസ്റ്റ് എടുത്ത് മാറ്റണം. എന്ത് ചെയ്തു മുനിസിപ്പാലിറ്റി? സുപ്രീം കോർട്ടിൽ പോയി. മുനിസിപ്പാലിറ്റി വേണം അപ്പീൽ ടു സുപ്രീം കോർട്ടിൽ പോയി. മുനിസിപ്പാലിറ്റി സുപ്രീം കോർട്ട് പറഞ്ഞത് സംഭവം ശരിയാണ്, പക്ഷെ അങ്ങനത്തെ പൈസ ഇല്ല. വി ഹാവ് നോ ഫിനാൻഷ്യൽ എബിലിറ്റി ടു ക്ലീൻ ഓൾ ദിസ്. അങ്ങനത്തെ പൈസ ഇല്ല. അപ്പോ സുപ്രീം കോർട്ട് പറഞ്ഞു 133 മുനിസിപ്പാലിറ്റിക്കെതിരെ ഉപയോഗിക്കാം. 133 പ്രൈവറ്റ് വ്യക്തികൾക്കെതിരെ എന്നല്ല, 133 മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനും പഞ്ചായത്തിനും സംസ്ഥാന ഗവൺമെന്റിനും ഇതിലൊക്കെ ഉപയോഗിക്കാം. ദ കോർട്ട് ഡയറക്റ്റഡ് ദ മുനിസിപ്പാലിറ്റി. കോടതി പറഞ്ഞു ഇത് ക്ലീൻ ചെയ്യണം. സുപ്രീം കോർട്ട് ഇത് ക്ലീൻ ചെയ്യണം. ജസ്റ്റിസ് വി ആർ കൃഷ്ണനുള്ള ബെഞ്ചിലാണ് ഇത്. അവിടെ അഴുക്ക് ചാൽ സംവിധാനം വേണം. നഗരവും നാടും ക്ലീൻ ആയിരിക്കണം. 1 year സമയം തരാം. ആൻഡ് ടു ഇംപ്രൂവ് ദ സാനിറ്ററി കണ്ടീഷൻസ്. അത് 1 വർഷം കൊണ്ട് കൃത്യമായ പ്ലാൻ ചാർട്ട് ചെയ്തിട്ട് 1 year കൊണ്ട് ആ നഗരത്തെ, ആ നാടിനെ, ആ മുനിസിപ്പാലിറ്റിയെ ക്ലീൻ ആക്കി മാറ്റണം. എത്രയും പെട്ടെന്ന് ആൽക്കഹോൾ ഫാക്ടറികളിലെ വേസ്റ്റ് റോഡിലേക്ക് തള്ളുന്നത് ഉടനെ നിർത്തും വേണം. മൊത്തം ക്ലീൻ ചെയ്യാൻ 1 year സമയം. ഈ ആൽക്കഹോൾ ഫാക്ടറിയിലെ വേസ്റ്റ് ഉടനെ സ്റ്റോപ്പ് ചെയ്യും വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കും, എന്താണ് ക്രിട്ടിക്കൽ അനാലിസിസ് പറയാണ്, എന്താണ് CRPC 133? പെട്ടെന്ന് പരിഹാരം കിട്ടാൻ. ഈ കേസ് എത്ര കാലം എടുത്തു? 8 കൊല്ലം. 8 കൊല്ലം. അപ്പൊ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളും ഇത് ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ പൈസ ഇല്ലാതെ പറഞ്ഞ ടീം സുപ്രീം കോർട്ട് പോയി കേസ് നടത്തിയല്ലോ. പൈസ ഇല്ലാതെ ടീം സുപ്രീം കോർട്ടിൽ പോയി. മാത്രമല്ല ഇതിനു വേണ്ടി 8 വർഷമാണ് നടക്കുന്നത്. 8 വർഷം. അപ്പൊ ഇതാണ്. അപ്പൊ പിന്നെ എവിടെയാണ് നീതി? സ്പീഡി റെമഡി എന്ന് പറഞ്ഞിട്ട് 133 ഉപയോഗിച്ചിട്ട് ആ 133 കേസ് അപ്പീൽ സുപ്രീം കോടതി പോയിട്ട് അൺഎൻഡിങ് ലിറ്റിഗേഷൻ. ഈ ആളുകൾക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ രത്ല മുനിസിപ്പാലിറ്റി ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആണ്, എടുത്ത് വായിക്കാവുന്നതാണ്. ജസ്റ്റിസ് വി ഐ കൃഷ്ണയ്യരും ജസ്റ്റിസ് ചിന്നപ്പറെഡ്ഡിയുമാണ് ആ രത്ല മുനിസിപ്പാലിറ്റി കേസിൽ വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജിമാര്. The court construed this right as a human right. ഹ്യൂമൻ റൈറ്റ് ആണ്. ഒരു സ്റ്റാറ്റ്യൂട്ട് ഇല്ലെങ്കിലും, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിലും, ഒരു നിയമം ഇല്ലെങ്കിൽ പോലും കൊടുക്കാനുള്ള സാധനമാണ് മനുഷ്യാവകാശം. അപ്പൊ അത് ഈ ക്ലീൻ ആയ എൻവയോൺമെന്റിൽ ജീവിക്കുക എന്നുള്ളത് മനുഷ്യാവകാശമാണ്. അവിടെ നിയമം ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, സ്റ്റാറ്റ്യൂട്ട് വേണമെന്നില്ല. അവിടെ ഫണ്ട് ഇല്ല എന്നുള്ള കാര്യം എക്സ്ക്യൂസേ അല്ല. എന്നാണ് സുപ്രീം കോടതി ഡിസിഷൻ. ഒബ്സർവേഷൻ സുപ്രീം കോർട്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണന്റെ ഡയലോഗാണ്. ഡീസൻസി ആൻഡ് മൊറാലിറ്റി ആർ നോൺ നെഗോഷ്യബിൾ ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അത് ചർച്ച ചെയ്യാൻ പാടില്ല. അന്തസ് ചർച്ച ചെയ്യാൻ പാടില്ല. ധാർമ്മിക ചർച്ച ചെയ്യാൻ പാടില്ല. നോൺ നെഗോഷ്യബിൾ ഫേസറ്റ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആർ അറ്റ് ഫസ്റ്റ് ചാർജ് ഓൺ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഈ നാട്ടിൽ ഞങ്ങൾക്ക് അന്തസ് കൊടുക്കുക എന്നുള്ളതും ഈ നാട്ടിൽ ഞങ്ങൾക്ക് ധാർമ്മികത കൊടുക്കുക എന്നുള്ളതും മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതും ഗവൺമെന്റ് ബോഡീസിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. Similarly, providing drainage system sufficient to meet the needs of the people cannot be avoided
ഇഫ് ദ മുനിസിപ്പാലിറ്റി ടു ജസ്റ്റിഫൈ സക്സസ്, മുനിസിപ്പാലിറ്റിക്ക് നിലനിൽക്കണമെങ്കിൽ ഇതെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ള അവകാശത്തിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇതാണ് അടുത്ത ഡയലോഗ് കൃഷ്ണന്റെ. ഹാഡ് ദ മുനിസിപ്പൽ കൗൺസിൽ ആൻഡ് ഹിസ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്പെൻഡ് ഹാഫ് ദ ലിറ്റിഗേറ്റീവ് സീൽ, ഇങ്ങനെ സുപ്രീം കോടതിയിൽ കേസ് നടത്താനുള്ള അവരുടെ ആത്മാർത്ഥത ഉണ്ടല്ലോ, ആ ആത്മാർത്ഥയുടെ പകുതിയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ, ഓൺ ക്ലീനിനെസ് ഓഫ് ദ സ്ട്രീറ്റ് ആൻഡ് കൺസ്ട്രക്ട് ദ ഡ്രെയിൻസ്, ഈ അഴുക്കുചാല വൃത്തിയാക്കാനും റോഡൊന്ന് അടിച്ചു വരാനും കാണിച്ചിരുന്നെങ്കിൽ, ബൈ റൗസിംഗ് ദ പീപ്പിൾ, ജനങ്ങൾ വെച്ചൂടെ, ശ്രമദാനം വെച്ചൂടെ, റിസോഴ്സസ് ആൻഡ് ലേയിങ് ഔട്ട് സിറ്റീസ് ലിമിറ്റഡ് റിസോഴ്സസ്, കിട്ടിയ പൈസ വെച്ചിട്ട്, നാട്ടുകാരെ വെച്ചിട്ട് ഒരു ശ്രമദാനമെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നടത്തിക്കൂടെ. ദ പീപ്പിൾസ് നീഡ്സ് മൈറ്റ് ഹാവ് ലാർജ്ലി മെറ്റ് ലോങ് എഗോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആളുകളുടെ ആവശ്യം സാക്ഷാത്കരിക്കപ്പെടുമായിരുന്നു. ഈ കോടതിയിൽ 8 കൊല്ലം നടക്കാനുള്ള ആവേശത്തിന്റെ പകുതിയെങ്കിലും നാട്ടിൽ ജനങ്ങളെ കൂട്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ടാറ്റ ടീ ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ്. കണ്ടോ, ഇത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ ഒരു സ്റ്റൈലാണ് കേട്ടോ. നമ്മള് ഇപ്പോ ഹെഗിനൊക്കെ അറിയാം, കോഴിക്കോട് ലീഗൽ ബൊഫിന്റെ ക്ലാസ് നടത്തിയ സമയത്ത് ഡോക്ടർ മോഹൻ ഗോപാൽ 2 ജഡ്ജിമാര് വിധി പറയുന്ന സ്റ്റൈല് പറഞ്ഞു. ഇപ്പൊ ഞാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ വിധി പറഞ്ഞ സ്റ്റൈലാണ് പറഞ്ഞത്. ഈ ടാറ്റ ടീ കേസുകളും ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ നിയമം തന്നെ നോക്കുന്നത്. അദ്ദേഹം നിയമത്തിനപ്പുറത്തുള്ള ഹ്യൂമൻ റൈറ്റ്, ഹ്യൂമനിസ്റ്റിക് ജൂറിസ്പ്രുഡൻസ് ആണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായ നിയമമാണ്. ഇപ്പോൾ ടാറ്റ ടീ സ്റ്റേറ്റ് ഓഫ് കേരള കേസാണ്. 984 KLT 645 വായിച്ചോളൂ. 984 KLT 645. നെല്ലിയാമ്പതി ഭാഗത്താണ് കേട്ടോ, നെല്ലിയാമ്പതിയാണ്. ദ ഓണേഴ്സ് ഓഫ് ടീ ഫാക്ടറി വാസ് ഡിസ്ചാർജിങ് എഫ്ലുവൻസ് ഇൻടു റിവർ, ചായ ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് പുഴയിൽ ഒഴുക്കുന്നു. കോസ്റ്റ് പൊല്യൂഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളം മലിനമാകുന്നു. അപ്പോൾ കളക്ടർക്ക് പരാതി കൊടുക്കുന്നു. SDM 133 പ്രകാരം ആവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. 133 പ്രകാരം ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് SDM ആവശ്യപ്പെടുന്നു. വിത്തിൻ 7 days 7 days കൊടുത്തു. എത്രയും പെട്ടെന്ന് ഈ വേസ്റ്റ് പുഴയിലേക്ക് തള്ളണം, 7 ദിവസം നിർത്തണം എന്ന് പറഞ്ഞ് കളക്ടർ കൊടുക്കുന്നു. അപ്പോ കേരള ഹൈക്കോർട്ടാണ് ഇവരുടെ വാദമാണ് കേട്ടോ. സെക്കൻഡ്, ഇവരുടെ ഡിസിഷൻ ഓഫ് കേരള ഹൈക്കോർട്ടിലെ വാദമാണ്, ഈ ടാറ്റ ടീയുടെ വാദമാണ്. ഞാൻ ഹെഡിങ് തെറ്റി പോയിട്ടുണ്ട്. ഡിസിഷൻ ഓഫ് കേരള ഹൈക്കോർട്ട് അടുത്ത സ്ലൈഡിൽ വരുന്നത് ആർഗ്യുമെന്റ്സ് ഓഫ് ടാറ്റ ടീ കമ്പനി, അതാണ് വരുന്നത് കേട്ടോ. ആർഗ്യുമെന്റ്സ് ഓഫ് ടാറ്റ ടീ കമ്പനി അത് പറയുന്നത്, ഇവിടെ മലിനജലനം ഉണ്ടാക്കുന്നതിനെതിരെ, വേസ്റ്റ് വാട്ടർ എടുക്കുന്നതിനെതിരെ നിയമമുണ്ട്. ഏതാണ്? 1974 വാട്ടർ ആക്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഈ വാട്ടർ ആക്ട്, എൻവയോൺമെന്റ് ആക്ട്, എയർ ആക്ട് ഒക്കെ പറയുന്നത്. 1974 വാട്ടർ ആക്ട് പ്രകാരം മലിനജലം ഒഴുക്കുന്നതിനെ കുറിച്ച് നിയമമുണ്ട്. അപ്പോ ഈ 1974 വാട്ടർ ആക്ട് വന്നാൽ CRPC 130 നിൽക്കൂല, റിഗാർഡിങ് പൊല്യൂഷൻ ഓഫ് വാട്ടർ. അതിന് വേറെ നിയമം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് യാതൊരു അധികാരമില്ല. ഹി ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ ടു ഇന്റർഫിയർ ഇൻ ടു ദിസ് മാറ്റർ. ദ പ്രൊസീഡിംഗ്സ് ബിഫോർ ദ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആർ സ്ക്വാഷ്ഡ്. അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് മുമ്പിലുള്ള പ്രൊസീഡിംഗ്സ് സ്ക്വാഷ് ചെയ്യണം. 3 പോയിന്റാണ് പറഞ്ഞത്. ഒന്ന്, ഇവിടെ 1974 വാട്ടർ ആക്ട് ഉണ്ട്, അത് പ്രകാരം ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അധികാരമില്ല, അതുകൊണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് മുമ്പിലുള്ള പ്രൊസീഡിംഗ്സ് സ്ക്വാഷ് ചെയ്യണം. പിന്നെ സ്ലൈഡ് വിട്ടുപോയിട്ടോ. അപ്പൊ കോടതി പറഞ്ഞതാണ്, കോടതി പറഞ്ഞത് ഇത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഈ ആർഗ്യുമെന്റ്സ് വകവെക്കാൻ കോടതി ചെയ്തത്. കോടതി പറഞ്ഞു ശരിയാണ്, ഉപയോഗിക്കുന്നത് പാടില്ല. കാരണം ഒരു വിഷയത്തിൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടും ഒരു ജനറൽ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ജനറാലിയ സ്പെഷ്യലി ബസ് നോൺ ഡെറഗന്റ് എന്നൊരു മാക്സിമം ഇല്ലേ. ഒരു വിഷയത്തിൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടും ജനറൽ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് നിൽക്കുകയുള്ളൂ. അപ്പൊ മലിനജലം ഒഴുക്കുന്നതുമായിട്ട് വാട്ടർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് CRPC 130 ഉപയോഗിക്കാം, 1974 ജനറൽ ആക്ട് ഉപയോഗിക്കാം, 1974 വാട്ടർ ആക്ട് ഉപയോഗിക്കാം. അപ്പൊ CRPC 130 ജനറൽ ആക്ടും 1974 വാട്ടർ ആക്ട് സ്പെഷ്യൽ ആക്ട് ഉണ്ടെങ്കിൽ 1974 വാട്ടർ ആക്ട് നിൽക്കുള്ളൂ. അവിടെ വാട്ടർ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്തുകൊണ്ട് 130 നിൽക്കില്ല. ദിസ് ഇസ് ടെക്നിക്കൽ സംഭവമാണ്, മനസ്സിലായല്ലോ. 1974 വാട്ടർ ആക്ട് ഉള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ CRPC 130 നിൽക്കില്ല. അതുകൊണ്ട് കളക്ടർ മുമ്പിലുള്ള എല്ലാ പ്രൊസീഡിങ്സും കോസ്റ്റ് ചെയ്തു. നോക്കൂ, ഒരേ കാര്യങ്ങൾ 2 ജഡ്ജിമാർ വിധി പറയുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ടെക്നിക്കലാണ്, ശരിയായിരിക്കും. പക്ഷെ അതിനപ്പുറത്താണ്, എല്ലാ നിയമങ്ങൾക്കപ്പുറത്താണ് കുടിവെള്ളം മലിനമാക്കുന്ന മനുഷ്യാവകാശ ലംഘനമെന്ന് ആ ജഡ്ജിമാർ കണ്ടില്ല. ഓക്കെ,
CPC എന്ന് പറയുന്നത്. CPC-യിൽ സെക്ഷൻ 91 എന്ന് പറയുന്ന ഉണ്ട്. അതൊരു വലിയ കാര്യമില്ല. കാരണം പബ്ലിക് ന്യൂസൻസിൽ നഷ്ടപരിഹാരം നേടാൻ പറ്റുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 91 CPC. or other wrong public nuisance or other wrongful acts likely to affect the public. ജനങ്ങൾ ഒന്നായിട്ട് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സിവിൽ കോടതി പോകുന്ന ഒരു വകുപ്പ് സെക്ഷൻ 91 ഉണ്ട്. അപ്പൊ ഇൻജങ്ഷൻ ആവാം, ഡിക്ലറേഷൻ ആവാം, ഓർ എനി റിലീഫ്. ഇൻജങ്ഷൻ ആവശ്യപ്പെടാം. ഇൻജങ്ഷനും ഡിക്ലറേഷനൊക്കെ ഓക്കെയാണ്. പക്ഷേ പ്രശ്നം വെച്ചാല് സെക്ഷൻ 91 പ്രകാരം ആർക്കാണ് സിവിൽ കോടതി പോവുക? അഡ്വക്കേറ്റ് ജനറലിന് പോകാം, അല്ലെങ്കിൽ 2 or more persons with the permission of the court. ഇത് കോടതി പെർമിഷൻ വാങ്ങണം. ഈവൻ ദോ നോ സ്പെഷ്യൽ ഡാമേജസ് കോസ്റ്റ് ടു പേഴ്സൺസ് ബൈ ദാറ്റ് ന്യൂസൻസ്. അപ്പൊ നമ്മൾക്ക് വ്യക്തമായിട്ട് ഡാമേജ് ഉണ്ടായില്ല. ഇത് പൊതു താല്പര്യ ഹർജിന്റെ പഴയ രൂപമാണ് കേട്ടോ. നമ്മൾക്ക് വ്യക്തമായ ഡാമേജ് ഇല്ലെങ്കിൽ പോലും കോടതിയുടെ പെർമിഷനോടെ കോടതി പോകാം. പക്ഷെ അവിടെ പ്രശ്നം ഫൈൻ 200 രൂപയാണ് ആകെ. ഇങ്ങനെ ഡാമേജ് ഉണ്ടാക്കുന്ന ആൾക്ക് ആകെ കൊടുക്കുന്ന ഫൈൻ 200 രൂപയാണ്. ഇത് ആരാ കേസിന് പോവുക? ഒരു 5000 രൂപ നടത്തിയിട്ട് 5000 രൂപ ചെലവാക്കിയിട്ട് 16 രൂപ ചെലവാക്കിയിട്ട് കേസ് നടത്തിയിട്ട് എതിർ പാർട്ടിക്ക് 200 രൂപ ഫൈനുള്ളൂ. അവൻ കൂളായി 200 രൂപ ഫൈൻ അടിച്ച് പോകും. അപ്പൊ ഫൈൻ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഇന്റൻഷനും ഡിക്ലറേഷനും ഒക്കെ വാങ്ങിക്കാം. അതാണ് CPC-യിലെ സെക്ഷൻ 91 പറയുന്നത്. ഇനി IPC എന്ത് പറയുന്നു? ഒഫൻസസ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ്. IPC ഒഫൻസിൽ എന്ത് പറയുന്നു? IPC-യിൽ 268 എന്ന വകുപ്പാണ്. CRPC 133 പോലെ തന്നെ IPC-യിലുള്ള വകുപ്പാണ് 268. A person is guilty of public nuisance who does an act or is guilty of illegal omission which causes injury, obstruction, danger or annoyance. പബ്ലിക് ന്യൂസൻസ് എന്താണ്? ഒരാൾക്ക് ഇഞ്ചുറി ഉണ്ടാക്കുന്നു, തടസ്സം ഉണ്ടാക്കുന്നു, അപകടം ഉണ്ടാക്കുന്നു, ശല്യം ഉണ്ടാക്കുന്നു. അങ്ങനെ ചെയ്താൽ പബ്ലിക് ന്യൂസൻസ് ആണ്. സെക്ഷൻ 268 പ്രകാരം പബ്ലിക് ന്യൂസൻസ് ആണ്. അപ്പൊ IPC സെക്ഷൻ 268 പബ്ലിക് ന്യൂസൻസ് ഉണ്ട്. പണിഷ്മെന്റ് വരുന്നത് സെക്ഷൻ 290 അപ്പൊ പബ്ലിക് ന്യൂസൻസിന് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൻ 268 പക്ഷെ പബ്ലിക് ന്യൂസൻസിന് പണിഷ്മെന്റ് വരുന്നത് സെക്ഷൻ 290 ഓൺലി ഫൈൻ മാത്രമാണ്. ഫൈൻ മാത്രമാണ് അവിടെ വരുന്നത്. അതും 200 രൂപയുള്ളൂ കേട്ടോ. അവിടെ നമുക്ക് ആ നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം, നിയമങ്ങൾ പരിഹാസ്യമാവും. അപ്പൊ ഇവിടെ ഒരു പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിയാൽ ആകെ കിട്ടുന്ന 200 രൂപ ഫൈനുള്ളൂ. പിന്നെ നമ്മൾ ഈ ക്വാറന്റൈൻ കാലത്ത്, ഇപ്പോഴത്തെ ഈ കൊറോണ പീരീഡിലൊക്കെ നമുക്ക് നോക്കാം, നമ്മൾ ഒരു നെഗ്ലിജന്റ് ആയി നടക്കുന്നു. ഞാൻ മാസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അൺലോഫുള്ളി ഓർ നെഗ്ലിജന്റ്, മനഃപൂർവ്വമായിക്കൊള്ളില്ല, പക്ഷെ നിയമവിരുദ്ധമായിട്ട് അലസമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നു. ലൈക്ക് ടു സ്പ്രെഡ് ദ ഇൻഫെക്ഷൻ ഓഫ് എൻ ഡേഞ്ചറസ് ഡിസീസ്. പക്ഷെ എന്റെ പ്രവൃത്തി കാരണം ഒരു അപകടകരമായ ഒരു അസുഖം ഉണ്ടാകുമെങ്കിൽ 6 മാസം വരെ പണിഷ് ചെയ്യാം. ഇത് വേണമെങ്കിൽ പോലീസുകാർക്ക് ഉപയോഗിക്കാം. 269 കൊറോണ കാലത്ത് ഞാൻ മാസ്കും ഇടാതെ നടക്കുന്നു. അപ്പൊ ഞാൻ അല്ലെങ്കിൽ 5 or 6 ആളുകൾക്ക് കൂട്ടം ചേർന്ന് നടക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ സെക്ഷൻ 269 നെഗ്ലിജന്റ് ആക്ട്, മനഃപൂർവ്വമായിക്കോണമെന്നില്ല കേട്ടോ. ഞാൻ മനഃപൂർവ്വമായിക്കോണമെന്നില്ല, ഞാൻ ശ്രദ്ധിക്കാതെ മാസ്ക് ഒന്നും ഇടാതെ സേഫ്റ്റി ഡിസ്റ്റൻസ് പാലിക്കാതെ ഒക്കെ ഞാൻ പ്രവർത്തിക്കുന്നു. പക്ഷെ എന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മറ്റുള്ളവർക്ക് അസുഖം വരാൻ സാധ്യതയുണ്ടെങ്കിൽ സെക്ഷൻ 269 ഉപയോഗിക്കാം. അവിടെ നോക്കൂ, 6 മാസം വരെ പണിഷ്മെന്റ് ഉണ്ട്, ഫൈൻ ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നെഗ്ലിജന്റ് ആക്ടാ. മനഃപൂർവ്വമാണെങ്കിലോ സെക്ഷൻ 270 ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അപ്പൊ പോലീസുകാർക്ക് പറയാം, ഇയാൾ മനഃപൂർവ്വം കൊറോണ പരത്താൻ ഇറങ്ങിയതാണ്. അപ്പൊ സെക്ഷൻ 270 ഉപയോഗിക്കാം. മാലിഗ്നന്റ്ലി, ഈ മാലിഗ്നന്റ്ലി എന്ന മനഃപൂർവ്വം മോശമായ ഉദ്ദേശത്തോട് കൂടിയിട്ട് ഡസ് എനി ആക്ട് വിച്ച് ഹി നോസ്, എനിക്ക് കൊറോണയാണെന്ന് എനിക്ക് അറിയാം, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 15 ദിവസം അല്ലെങ്കിൽ 1 മാസം ക്വാറന്റൈൻ ഇരിക്കണം. എന്റെ വീട്ടിലേക്ക് ഒരു കൊറോണ ഉണ്ട് എങ്കിൽ ഞാൻ ഇരിക്കണം. അതൊന്നും ഇരിക്കാതെ എന്റെ വീട്ടിൽ കൊറോണ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കൊറോണ ഉണ്ട്, അത് അറിഞ്ഞുകൊണ്ട് ഞാൻ കല്യാണത്തിലൊക്കെ പോകുന്നു, കടകളിലൊക്കെ പോകുന്നു, 2 years or with fine or with both. സെക്ഷൻ 270 ആണ്. അവിടെ ഉപയോഗിച്ചു ആദ്യത്തത് 269 നെഗ്ലിജന്റ്ലി, 270 മാലിഗ്നന്റ്ലി, മനഃപൂർവ്വം. ഇത് ക്വാറന്റൈൻ നോക്കൂ, ഇതൊക്കെ എത്ര കാലം മുമ്പുണ്ടെന്നോ? 1860-ലാണ്. Quarantine rule, section 271. Knowingly disobeys in a rule made by the government for regulating an infectious disease. ഒരു വലിയ ഇൻഫെക്ഷ്യസ് ഡിസീസ്, 1.5 വർഷമായി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ ഡിസീസ്, അതിനുവേണ്ടി ഗവൺമെന്റ് ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട്, ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം ലംഘിക്കുകയാണെങ്കിൽ 6 മാസം വരെ പണിഷ്മെന്റ് ആവാം, 6 ഫൈൻ ആവാം. അത് 271 കൃത്യമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 6 മാസം വരെ പണിഷ്മെന്റും ഫൈനും ഒക്കെ വരാം. ഓക്കെ,
ഇനി കുടിക്കുന്ന വെള്ളത്തിൽ മലിനീകരണം, നമ്മൾ മീൻ പിടിക്കാനൊക്കെ വേണ്ടില്ല, കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലക്കുക. അങ്ങനെ സെക്ഷൻ 279 വളണ്ടർലി കറപ്റ്റ്സ് ഓർ ഫോൾസ് എനി പബ്ലിക് സ്പ്രിങ്സ്, ഒരു പൊതു പിന്നെ കുടിവെള്ള സ്രോതസ്, അതിലേക്ക് ഞാൻ വിഷം കലക്കി. ടു റെൻഡർ ഇറ്റ് ലെസ് ഫിറ്റ് ഫോർ ദ പർപ്പസ് ഫോർ ഇറ്റ്സ് ഓൺലി യൂസ്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിന് പറ്റാതെ ഇതാക്കി കഴിഞ്ഞു. മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുളത്തിലും പുഴയിലൊക്കെ വിഷം കലക്കുന്ന ആളുകളുണ്ടോ, 3 months or fine, or with section 277 ആണ്. അന്തരീക്ഷം മലിനീകരിക്കുക, ഞാൻ പ്ലാസ്റ്റിക് കത്തിക്കുന്നു, അന്തരീക്ഷത്തിൽ പ്ലാസ്റ്റിക് ഇതാവുന്നു. വളണ്ടർലി വിഷ്വൽ അറ്റ്മോസ്ഫിയർ, സെക്ഷൻ 278, സോ ആസ് ടു മേക്ക് നോക്ഷ്യസ് ടു ഹെൽത്ത് ഓഫ് പേഴ്സൺസ്, ആളുകൾക്ക് ആരോഗ്യത്തിന് അപകടകരമാക്കണമെങ്കിൽ സെക്ഷൻ 500, എന്താ ഫൈൻ 500 രൂപ. അപ്പൊ അന്തരീക്ഷത്തിലേക്ക് പൊടിയോ, ഇപ്പൊ കാറിന്റെ കാറിന്റെ പുകയാൽ മതി അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും. ചില ഓട്ടോറിക്ഷ ഓടുന്നതല്ല, മണ്ണെണ്ണ ഒഴിച്ചിട്ട് നല്ല എന്താ പുക പുറത്തേക്ക് വിടുന്ന പോലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 500 രൂപ ഫൈൻ കൊണ്ടുവരാം, സെക്ഷൻ 278. ഓക്കെ, ഇനി ഒരു കേസ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇറ്റ് ഈസ് 5:58. എനിക്കൊരു 5 മിനിറ്റ് 8 മിനിറ്റ് എക്സ്ട്രാ തരണം. സമയം ഉണ്ടാവുമോ? ഒരു 8 മിനിറ്റ് എക്സ്ട്രാ ഉണ്ടാവുമോ? എന്താ 6:08 അവസാനിക്കാം, 5:59. ഇത് കൂടി പറഞ്ഞാൽ ഈ ഏരിയ തീർന്നു. ഓക്കെ അല്ലേ? നിങ്ങൾ 6 മണിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നോ? ഓക്കെ, 6:08 തീർക്കാം കേട്ടോ. ഓക്കെ, യെസ്. കെ രാമകൃഷ്ണ സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് ഓക്കെ, പിന്നെ കേരള ഹൈക്കോർട്ടിലെ മുമ്പ് കേസാണ്. ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പും എ ആർ ലക്ഷ്മണനുമാണ് ഈ കേസ് വിധി പറഞ്ഞത്. ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ് ജഡ്ജിന് എഴുതിയത്. ഓക്കെ, ഇതാണ് പ്രയർ. കെ രാമകൃഷ്ണൻ കൊടുത്ത പ്രയർ വെച്ചാല് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് നിർത്തണം. 1, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം, ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഈ റെസ്പോണ്ടൻസ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പോലീസൊക്കെയാണ്, അവർക്ക് നിർദ്ദേശം കൊടുക്കണം. മേലില് പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല, പോലീസിനും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ. 3, IPC 268 പ്രകാരം നടപടിയെടുക്കണം. IPC 268 ഒന്ന് പറയാം. നമ്മൾ നേരത്തെ കണ്ടാണ് 268 IPC. അവൻ പബ്ലിക് നോയിസൻസ് പറഞ്ഞാണോ? 268 പബ്ലിക് നോയിസൻസ് കണ്ടോ? പബ്ലിക് നോയിസൻസ് ആണ്. IPC 268 പ്രകാരം നടപടി എടുക്കണം. ഈ 3 ആവശ്യമാണ് കെ രാമകൃഷ്ണൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെയും ജസ്റ്റിസ് എ ആർ ലക്ഷ്മണന്റെയും മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ആരാ റെസ്പോണ്ടൻസ്? അത് എതിർകക്ഷി ആരാ? പുകവലി നിരോധിക്കണം കേരള ഗവൺമെന്റ് ഒന്ന്. പിന്നെയോ പഞ്ചായത്ത് ഡയറക്ടർ, അയാളെ കീഴിൽ അദ്ദേഹത്തിന് കീഴിൽ 1000 പഞ്ചായത്തുണ്ട്. DGP, അദ്ദേഹത്തിന് കീഴിൽ ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്. പിന്നെ തിരുവനന്തപുരം, കൊച്ചി, കാലിക്കറ്റിലെ കോർപ്പറേഷൻ പോലീസ് കമ്മീഷണർമാര്, തിരുവനന്തപുരം, കൊച്ചി, കാലിക്കറ്റിലെ മുനിസിപ്പൽ കമ്മീഷണർമാര്. അതുകൂടാതെ ഇതാണ് അദ്ദേഹം ഇനീഷ്യലി കൊടുത്തത്. പിന്നെ ബാക്കി 10 മുതൽ 52 വരെ കോടതി ഇങ്ങനെ ചേർത്തു. ഇദ്ദേഹം കൊടുത്തപ്പോൾ 9 ആളുണ്ടായിരുന്നുള്ളൂ. ബാക്കി കോടതി 52 തരം ആളുകൾ ചേർത്തു, കോടതി കൂട്ടിച്ചേർത്തു. ഇവരായിരുന്നു അതിന് വിധി വന്ന ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പും ജസ്റ്റിസ് എ ആർ ലക്ഷ്മണൻ. ജസ്റ്റിസ് എ ആർ ലക്ഷ്മണൻ 3-4 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. അവരാണ് വിധി പറഞ്ഞത്. 99 കേസ്. അപ്പോൾ പബ്ലിക് നോയിസൻസ് പ്രകാരം ആക്ഷൻ എടുക്കണം. പബ്ലിക് നോയിസൻസ് എന്താ നമുക്ക് നേരത്തെ ക്ലാസ് പറഞ്ഞു. പബ്ലിക് നോയിസൻസ് പ്രകാരം ആക്ഷൻ എടുക്കണം. എന്നാൽ 268 പബ്ലിക് നോയിസൻസ് അറിയാം. ആ പൊതു സ്ഥലത്ത് വെച്ച് പുകവലിച്ചാൽ പബ്ലിക് നോയിസൻസ് അറിയാം. ശരി, ഫൈൻ എന്താ 290 ആണ്, 200 രൂപയാണ് ഫൈന്. സെക്ഷൻ 290 പറഞ്ഞിട്ട് പബ്ലിക് നോയിസൻസിന്റെ ഫൈന് 200 രൂപയാണ്. ശരി, പക്ഷെ വേറെ നിയമമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അന്തരീക്ഷ മലിനീകരണം, മേക്കിംഗ് അറ്റ്മോസ്ഫിയർ നോക്ഷ്യസ് ടു ഹെൽത്ത്, ആരോഗ്യത്തിന് ഹാനികരമായ രൂപത്തിൽ അന്തരീക്ഷ മലിനീകരണം നടത്തിയ സെക്ഷൻ 278 ഉണ്ട്. അപ്പൊ 268 ഫൈൻ 200 രൂപയുള്ളൂ. 278 അന്തരീക്ഷ മലിനീകരണം നടത്തിയാൽ 500 രൂപ ഫൈൻ. ഓക്കെ, ശരി. അപ്പൊ കോടതി പറഞ്ഞു, the court invoked section 268 and 278 of IPC. IPC 268 278 ഇൻവോക്ക് ചെയ്തു. എന്നിട്ട് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ ആദ്യമായിട്ട് കേരള സംസ്ഥാനത്തില് പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചു. എന്നിട്ട് അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരെ ഏൽപ്പിച്ചു. എൻട്രൻസ് പോളിസി ഇത് നിരോധനം പറഞ്ഞാൽ പോരല്ലോ, കോടതിക്ക് പറയാനായിട്ടുള്ളൂ. ഇംപ്ലിമെന്റ് ചെയ്യാൻ പോലീസുകാരെ ചുമതലപ്പെടുത്തി. The first state in India to ban smoking in public place. പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് നിരോധിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായിട്ട് കേരളം 99 മാറി. അന്ന് മുഖ്യമന്ത്രി നായനാരാണ്. നായനാർ പറഞ്ഞു, എന്റെ പോലീസുകാർക്ക് വേറെ പണിയുണ്ട്. മൈ പോലീസ് ഹാവ് മെനി അതർ ഡ്യൂട്ടീസ് ദാൻ ചേസിങ് എ പുവർ സ്മോക്കർ. പാവപ്പെട്ട പുകവലിക്കാരന്റെ പിന്നാലെ നടന്ന് ഫൈൻ എടുക്കലല്ല എന്റെ പോലീസിന്റെ പണി. എന്റെ പോലീസിന് വേറെയും കുറെ പണിയുണ്ട്. കാരണം നായനാർ തന്നെ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു, പിന്നെ നിർത്തിയതാണ് മുഖ്യമന്ത്രി.
അങ്ങനെ സാഹിത്യ ലോകം കാക്കനാടൻ പറഞ്ഞു, ഒരു നല്ല പുകവലിയിൽ കിട്ടുന്ന സുഖം വേറെ എന്തിനു കിട്ടില്ല ജീവിതത്തിൽ. നല്ല പുകവലിയുടെ സുഖം ജീവിതത്തിൽ മറ്റെന്തിനു കിട്ടും എന്നാണ് കാക്കനാടൻ ആൻറ്റിവിധിയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. എസ് ഗുപ്തൻ നായർ സാഹിത്യത്തിലെ ചക്രവർത്തി, പിന്നെ എന്താ പറയുക, സൃഷ്ടിയും സൃഷ്ടാവുന്ന പുസ്തകം എഴുതിയ, ഇസങ്ങൾക്കപ്പുറം പുസ്തകം എഴുതിയ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ. നത്തിങ് സക്സീഡ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ അവയർനെസ്. ഇതൊന്നും കോടതി വിധി കൊണ്ട് കൊണ്ടുവരേണ്ട കാര്യമല്ല. ആളുകൾക്കിടയിൽ വിദ്യാഭ്യാസം കൊടുക്കൂ, ആളുകൾക്കിടയിൽ അവബോധം കൊടുക്കൂ, അങ്ങനെയാണ് ആളുകളെ മാറ്റേണ്ടത് എന്നാണ് എസ് ഗുപ്തൻ നായർ പറഞ്ഞത്. ഏതായാലും 1999 ഹൈക്കോടതി വിധിക്ക് ശേഷം 2003 കേന്ദ്രം ഒരു കോട്ട്പ ആക്ട് എന്ന് പറയുക, പിന്നെ അതിനെന്താ പേര്, സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ഒരു ആക്ട് ഉണ്ട്, അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ ഹൈക്കോടതി വിധിക്ക് പിന്നെ അതുപോലെ അനുസൃതമായിക്കൊണ്ട് തന്നെ കേന്ദ്രം ഇപ്പോൾ ഒരു കോട്ട്പ ആക്ട് കൊണ്ടുവന്നു. പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ പിഴ ഈടാക്കുന്ന ഒരു ആക്ടും ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്നു. മുരളി ഡിയോറ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്തിന് ശേഷമാണ് ഇന്ത്യയിൽ മൊത്തം സുപ്രീം കോടതി വിധി വന്നു, അതിനുശേഷം കേന്ദ്ര നിയമവും വന്നു. അപ്പൊ ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് കോമൺ ലോ റെമഡീസ് ആണ്. കോമൺ ലോ റെമഡീസ് പിന്നെ നോയിസൻസ്, നെഗ്ലിജൻസ്, ട്രസ്പാസ് ആൻഡ് സ്ട്രിക്റ്റ് ലയബിലിറ്റി. അതോടുകൂടി ഇന്ത്യ കൂട്ടിച്ചേർത്ത അബ്സല്യൂട്ട് ലയബിലിറ്റി പറഞ്ഞു. പിന്നെ ഞാൻ CRPC 133 പറഞ്ഞു, അതിൽ 3-4 കേസുകൾ പറഞ്ഞു. പിന്നീട് CPC സെക്ഷൻ 291 പറഞ്ഞു. അത് അത്ര എഫക്റ്റീവ് അല്ല, കാരണം ഫൈൻ 200 രൂപയുള്ളൂ. പക്ഷെ ഡിക്ലറേഷനും ഇഞ്ചക്ഷനും വാങ്ങിക്കാം, CPC ഉപയോഗിക്കാം. പിന്നെ IPC പറഞ്ഞു, IP സെക്ഷൻ 268, 269, 271 ഒക്കെ ഉപയോഗിക്കാം. പിന്നീട് ഈ ഒരു കേസ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് കോമൺ ലോ റെമഡീസും എൻവയോൺമെന്റ് ലോ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ട്സ്. താങ്ക് യു. എന്നെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, സഫിസാർ ഉണ്ടോ? താങ്ക് യു. Thank you very much, sir. You are simple and humble teaching style. ഞാന് സാധാരണ ഇങ്ങനെയല്ല ടീച്ച് ചെയ്യേണ്ടത്. ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരം പറഞ്ഞൊക്കെയാണ്. പക്ഷെ ഞാനത് ചുമരിലേക്ക് എറിഞ്ഞു പോകുന്ന പോലെ എറിഞ്ഞു പോവുകയാണ്. പിന്നെ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ശരിക്കും ഇങ്ങനെയല്ല. ഒട്ടും തന്നെ സ്പീഡില്ലായിരുന്നു, വളരെ സ്ലോയിലായിരുന്നു. അതെ. താങ്ക് യു. അപ്പോ ചോദ്യങ്ങളില്ലെങ്കിൽ ഞാൻ ലീവ് ചെയ്തോട്ടെ. ചോദ്യങ്ങളുണ്ടോ? ജിനു കൃഷ്ണൻ, അഹിമ കൃഷ്ണൻ, ഐശ്വര്യ, അജീഷ് ഭാസ്കർ, വർണ്ണ വാര്യർ, ശ്രീലക്ഷ്മി. താങ്ക് യു. പ്രദീപ് ഭായ്. ഓക്കെ. താങ്ക് യു. ഞാൻ ലീവ് ചെയ്തോട്ടോ. താങ്ക് യു.